Hello everyone, good morning. Welcome back. കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ വിസിബിൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഓഡിബിൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ്. അപ്പോൾ നമ്മുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ്റെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ നോക്കിയായിരുന്നോ? ഇല്ലെങ്കിൽ ഈ വീക്കെൻഡിൽ നിന്ന് നോക്കുക. വിൽ ഗെറ്റ് ടൈം ഫോർ ദാറ്റ്. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യണം നെക്സ്റ്റ് വീക്ക്. അതുപോലെ നമ്മൾ ഇന്ന് ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് സെന്റൻസസ് ഫ്രെയിം ചെയ്യാം വിത്ത് ന്യൂ വൊക്കാബുലറി. കുറച്ച് പുതിയ വൊക്കാബുലറിയും കൂടെ ഇന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾ ഗ്രാമറിൽ ഇതുവരെ പഠിച്ചിട്ടുണ്ടോ അതൊക്കെ ഒന്ന് നമ്മൾ റിവൈസ് ചെയ്തോളും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം കണ്ടാണ്. ഒരുപാട് കൺഫ്യൂസിങ് ആൻഡ് യൂസ് ഓഫ് അപ്രോപ്രിയേറ്റ് വേർഡ്സ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഈ ഒരു സെഷനിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാ ഗ്രാമർ പാർട്ടും നമ്മൾ പഠിച്ചതൊക്കെ ഇവിടെ റിവൈസ് ചെയ്ത് പോകാനുള്ള ഒരു അവസരം കിട്ടുക. എസ്പെഷ്യലി കോൺകോഡ്. നിങ്ങൾ ഒരുപാട് പേരോട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഫോക്കസ് ഓൺ ദ കോൺകോഡ്. പലരും സബ്ജക്റ്റ് അനുസരിച്ചല്ല വെർബ് കൊടുക്കുന്നത്. അത് വലിയൊരു പ്രശ്നമാണ്. വെൻ ഇറ്റ് കംസ് ടു ഡിസ്ക്രിപ്റ്റീവ്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ഡിസ്ക്രിപ്റ്റീവിനാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് പോകണം എന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? താമസിപ്പിക്കണ്ടല്ലോ. സോ ദ ഫസ്റ്റ് വേർഡ് ടുഡേ ഇസ് റീഇൻഫോഴ്സ് ചെയ്യുക. എന്താണ് റീഇൻഫോഴ്സ് ചെയ്യുക? റീഇൻഫോഴ്സ് എന്ന് പറഞ്ഞ വാക്ക് കേട്ടിട്ടില്ലേ? റീഇൻഫോഴ്സ്. അപ്പോൾ റീഇൻഫോഴ്സ് ചെയ്യുക ഒരു വെർബാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്, സ്ട്രെങ്തൻ ചെയ്യുക. നമ്മൾ ഒരു കാര്യത്തെ റീഇൻഫോഴ്സ് ചെയ്യുമ്പം ഒരു കുറച്ചുകൂടി സപ്പോർട്ട് കൊടുക്കുക നമുക്ക് അവിടെ ചെയ്യുന്നത്. നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെ അവരെ ഡിഫെൻഡ് ചെയ്യാൻ. ഡിഫെൻഡ് ചെയ്യാൻ മീൻസ് ഒരു നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യത്തെ ഡിഫെൻഡ് ചെയ്യാണ്, അതിനെ നമ്മൾ ഫോർട്ടിഫൈ ചെയ്യാണ്, ബട്രസ് ചെയ്യാണ്, ബോൾസ്റ്റർ ചെയ്യാണ്, കൺഫേം ചെയ്യാണ് കേട്ടോ. കൺഫേം ചെയ്യുന്നു, ഉറപ്പ് വരുത്തുക. അവർ ഉറപ്പോടെ റീഇൻഫോഴ്സ് ചെയ്യുമ്പോൾ ഉറപ്പ് വരുത്തുകയാണ്, വെരിഫൈ ചെയ്യാണ്, സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാണ്. ഇതിനാണ് നമ്മൾ റീഇൻഫോഴ്സ് എന്ന് പറയാം. ഈ സപ്പോർട്ട് നമ്മൾ പറയില്ലേ, സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞില്ലേ, അതേ അർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഗവൺമെന്റ് കുറച്ച് റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്തു എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? റീഇൻഫോഴ്സ്മെന്റ് എന്താണ്? റീഇൻഫോഴ്സ്മെന്റ് സപ്പോർട്ട് അല്ലെ. ഇതിന് വേണ്ട ആവശ്യമായ കാര്യങ്ങൾ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് കിട്ടി അല്ലെ. ഇതിന് വേണ്ട ആവശ്യമായ കാര്യങ്ങൾ ഗവൺമെന്റ് ഭാഗത്ത് അല്ലെ കമ്പനി കുറച്ച് റീഇൻഫോഴ്സ്മെന്റ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനാവശ്യമായ കുറെ കാര്യങ്ങൾ സപ്പോർട്ട് നമുക്ക് തന്നു എന്നുള്ളതാണ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയാം. ഓക്കെ, സോ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന വാക്കിന്റെ വേർബാണ് റീഇൻഫോഴ്സ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ സ്ട്രെങ്തൻ ചെയ്യുക, ഫോർട്ടിഫൈ ചെയ്യുക, ബട്രസ് ചെയ്യുക, ബോൾസ്റ്റർ ചെയ്യുക, സപ്പോർട്ട് അല്ലെങ്കിൽ എന്താ കൺഫേം, വെരിഫൈ, സബ്സ്റ്റാൻഷിയേറ്റ് എന്നിവയാണ് സിനോണിംസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വാക്ക്. ആന്റണിമായിട്ട് നേരെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു കാര്യത്തെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ ഒരു വ്യക്തിയെ ഒരു കാര്യത്തെ നമുക്ക് എന്ത് ചെയ്യാം? വീക്കൻ ചെയ്യാനും പറ്റും, അണ്ടർമൈൻ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ദിവസം നമ്മൾ അണ്ടർമൈൻ പഠിച്ചിരുന്നു. അണ്ടർമൈൻ ചെയ്യുക അല്ലെ. നമ്മൾ താഴ്ത്തിക്കെട്ടുക അല്ലെങ്കിൽ അവരെ ഭയങ്കരമായിട്ട് എന്താ പറയാ താഴോട്ട് പിടിച്ച് വലിക്കുക. ഡീബിലിറ്റേറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ താഴത്തോട്ട് പിടിച്ച് വലിക്കുകയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ശിഥിലമാക്കി കളയാണ്. വെയിൻ ചെയ്യുക, ഡിമിനിഷ് ചെയ്യുക അല്ലെ ഡിക്രീസ് ചെയ്യുക. അതാണ് കേട്ടോ വെയിൻ ചെയ്യുന്ന അർത്ഥം. ഡിക്രീസ് ചെയ്യുക, ഡിമിനിഷ് ചെയ്യുക, വെയിൻ ചെയ്യുക, ലെസൺ ചെയ്യുക ഒക്കെ എന്താണ്? നമ്മുടെ റീഇൻഫോഴ്സ് എന്ന വേർഡിന്റെ ആന്റണിമായിട്ട് അല്ലെ ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്ന വാക്കുകളാണ്. ഓക്കെ അല്ലേ? അപ്പൊ റീഇൻഫോഴ്സ്മെന്റിന് ഓപ്പോസിറ്റ് ആയിട്ട് വീക്കനിങ് പറയാം കേട്ടോ. ഡീലിമിറ്റേഷൻ എന്ന് പറയാം. ഓക്കെ, വെയിൻ എന്ന് പറയുന്നത് നൗണുമാണ്, വെർബുമാണ്. ഓക്കെ, ഇത് നമുക്ക് ഓർത്തിരിക്കാം. ഇനി എക്സാമ്പിൾ നോക്കാലോ. ദ ക്യാപ്റ്റൻ സെന്റ് ഔട്ട് അനദർ സ്ക്വാഡ് ടു റീഇൻഫോഴ്സ് ദ ട്രൂപ്സ്. ക്യാപ്റ്റൻ എന്ത് ചെയ്തു? അടുത്തൊരു സെറ്റ് ഓഫ് ട്രൂപ്പിനെ കൂടെ അങ്ങ് വിട്ടേക്കാം. എന്തിനാ? ഒരു സപ്പോർട്ടിന് അല്ലെ, ഒരു താങ്ങായിട്ടല്ലേ, അവർക്കൊരു കാര്യത്തിനെല്ലാം ഒരു അടിപൊളി ആയിക്കോട്ടെ എന്ന് വേണ്ടി ഒന്ന് റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് ഒരു ട്രൂപ്പിനെ കൂടെ അയച്ചു എന്ന് പറയണം, അല്ലെങ്കിൽ ഒരു സ്ക്വാഡിനെ കൂടെ അയച്ചു എന്ന് പറയാണ്. അപ്പോൾ ട്രൂപ്പിന് ഓൾറെഡി ഉള്ള ഇതിന് കൂടുതൽ സപ്പോർട്ട് കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ്സ് ഇറ്റ്. റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന വാക്ക് അല്ലെ റീഇൻഫോഴ്സ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന രീതി കണ്ടു. ക്ലിയർ ആണല്ലോ അവിടെ? ക്ലിയർ അല്ലേ? സോ ദാറ്റ്സ് ഇറ്റ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? സെന്റൻസസിലോട്ട്. ഓവർ ടു യുവർ സെന്റൻസസ്. ലെറ്റ് മീ സീ. Yeah. Indian Army reinforced their men for the next mission. All right, great. British brought some reinforcements under the leadership of റോബർട്ട് ക്ലൈവ്. ക്ലൈവിന്റെ സി ക്യാപിറ്റൽ കൊടുക്കണേ ശ്യാമേ. എല്ലാ പേരുകളിലും സർനെയിം ആണെങ്കിലും എല്ലാത്തും നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാൻ മറക്കല്ലോ കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ. ടു ബംഗാൾ. ഓൾ റൈറ്റ്, ഗ്രേറ്റ്. ദെൻ America is silently reinforcing the attacks by Israel in Gaza. All right, great. The lawyer reinforced her arguments after a setback. All right. Okay. Strengthen ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ അല്ലേ? ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ഇതിനെ പറ്റി? റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് റീഇൻഫോഴ്സസ് ഇമ്പോർട്ടന്റ് ആണ്.
മനസ്സിലായ വാക്കാന്ന് വിചാരിക്കുന്നു. ഒരുപാട് കോമൺ ആയ വാക്കാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ പറയുന്ന വാക്ക് ഡിസ്ക്രിപ്റ്റിലൊക്കെ അടിപൊളിയായിട്ട് യു ക്യാൻ ക്രാഫ്റ്റ് സെന്റൻസസ് ബ്യൂട്ടിഫുള്ളി വിത്ത് ദീസ് വേർഡ്സ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് വേർഡാണ്. റീഇൻഫോഴ്സ്മെന്റ് എസ്പെഷ്യലി റീഇൻഫോഴ്സ് എന്ന വാക്ക് കേട്ടോ. നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല വാക്കാണ്. അതുകൊണ്ട് അത് ചൂസ് ചെയ്യുക വൈസ്ലി. ഇതുപോലത്തെ വാക്കുകൾ കിട്ടുമ്പോൾ അത് ചൂസ് ചെയ്യാൻ മറക്കണ്ട. അതുകൊണ്ടാണ് കുറേ വേർഡ്സ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ആൻഡ് മൂവിങ് ടു ദ അതർ വേർഡ്, ദാറ്റ് ഈസ് റെക്കറന്റ് അല്ലെ. ഇടയ്ക്കിടയ്ക്ക് അല്ലെ, ഇടവിട്ട് വരാറുണ്ട്. എപ്പോഴും ഒന്നുമില്ല, ഇടവിട്ട്. നമ്മൾ പറയില്ലേ കൺസിസ്റ്റന്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്, എന്നാൽ എപ്പോഴും അല്ല. അതാണ് റെക്കറന്റ് എന്ന് പറയുന്നത്. റെക്കറന്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നമുക്ക് പറയാൻ പറ്റില്ല എല്ലാ ദിവസവും ഉള്ളതാണോ അല്ലെങ്കിൽ എങ്ങനെയുള്ളതൊന്നും പറയില്ല. റെക്കറന്റ് എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് ആയിട്ടുണ്ട്, തുടർച്ചയായിട്ടുണ്ട് എന്ന് പറയുന്നതിനാണ് റെക്കറന്റ്. റെക്കറന്റ് ഫീവർ നമ്മൾ പറയാറുണ്ട്. ഈ മെഡിക്കൽ സെൻസിൽ നമ്മൾ പറയുമ്പോൾ റെക്കറന്റ് ഫീവർ പറയാറുണ്ട്. അതുപോലെ നമുക്ക് പറയാം റെക്കറന്റ് റെയിൻഫോൾ പറയാറുണ്ട്. ഓക്കെ, റെക്കറന്റ് ആയിട്ടുള്ള ചെക്കപ്പ് നടത്തി എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കറന്റ് എന്ന യൂസേജിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ഇനി റെക്കറന്റിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പോവാം. റെക്കറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ റെക്കറന്റിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള എന്നുള്ളതാണ്. ഓക്കെ, റിപ്പീറ്റഡ് അല്ലെങ്കിൽ റെപ്പറ്റീറ്റീവ് എന്നൊക്കെ പറയില്ലേ. റിപ്പീറ്റഡ് അല്ല റെപ്പറ്റീറ്റീവ്, സെയിം സാധനമാണ്. ഈ റിപ്പീറ്റഡിന്റെ മറ്റൊരു വാക്കാണ് റെപ്പറ്റീറ്റീവ്. അതൊന്ന് എഴുതിയേക്കാം. റിപ്പീറ്റ് ചെയ്യുന്നത്, ആവർത്തിക്കുന്നത്, അതിനെയാണ് റെക്കറന്റ്. റിപ്പീറ്റഡ് അല്ലെങ്കിൽ റെപ്പറ്റീറ്റീവ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നോക്കിയേ സിനോണിംസ് എന്തായി? പീരിയോഡിക് ആണ്. പീരിയോഡിക് അല്ലെ, ഇടയ്ക്ക് ഈ പീരിയഡിൽ വരുന്നതാണ്. സൈക്ലിക് ആണ്, ഒന്ന് കഴിഞ്ഞ് അടുത്ത സൈക്കിൾ ആകുമ്പോൾ അത് വരും. സൈക്ലിക് ആണ്. ഇന്റർമിറ്റന്റ് ആണ്, ഇടവിട്ട് ഇടതോന്ന് ഇടവിട്ട് എന്നൊക്കെ പറയില്ല, അതുപോലെ. മഴയെ പറയും ഇന്റർമിറ്റന്റ് റെയിൻഫോൾ പറയും. അതുപോലെ നമുക്ക് പറയാറുണ്ട് നമ്മുടെ എന്താ പറയാ ഫീവർ, ഇന്റർമിറ്റന്റ് ഫീവർ പറയും. സെയിം. അതുപോലെ സീസണൽ ആണ് അല്ലെ, ഒരു സീസണിൽ പ്രത്യേക ആ സീസണിൽ വരുന്ന സാധനമാണ്. അതാണ് റെക്കറന്റ് ആയിട്ടുള്ള സാധനം. ഹാബിച്വൽ ആണ്, റെഗുലർ ആണ്. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് പറയാം? റെക്കറന്റിനെ പറയട്ടോ. ഇറ്റ് ഈസ് റെഗുലർ, റെപ്പറ്റേറ്റീവ് ഓർ റിപ്പീറ്റഡ്, ഹാബിച്വൽ, സീസണൽ, ഇന്റർമിറ്റന്റ്, സൈക്ലിക്, പീരിയോഡിക് എന്ന് നമുക്ക് പറയാം. അതാണ് റെക്കറന്റ്. ഇനി റെക്കറന്റ് നൗൺ അഡ്ജക്റ്റീവ് ആണെങ്കിൽ റെക്കറൻസ് ആണ് കേട്ടോ നൗണ്. റെക്കറൻസ്. വെർബ് എന്താ? റെക്കർ ചെയ്യാം, വേർബ്. അതാണ് റെക്കറിങ് എന്ന് നമുക്ക് കാണാൻ പറ്റും. റെക്കറിങ് RING വരും. വെർബ് റെക്കർ RECUR ഉള്ളൂ. പക്ഷെ റെക്കർ ചെയ്യുക എന്നുള്ളത് വരുമ്പോൾ റെക്കറിങ് എന്ന് ING വരുമ്പോൾ RING വരും കേട്ടോ. റൈറ്റിങ്ങിന് നമ്മൾ WRITIL ഉള്ളൂ. അതുപോലെ ഫിറ്റിങ്ങിന് FITTING വരില്ല. അതുപോലെ ചില വേർഡ്സിന് ഡബിൾ വരുന്നില്ല, അതുപോലെ ഡബിൾ വരുന്ന നോക്കാം. ഇനി ആന്റണിയുമായിട്ട് എന്ത് പറയും? ഐസൊലേറ്റഡ്, ഒറ്റപ്പെട്ട സംഭവം. എപ്പോഴും നടക്കാറൊന്നും ഇല്ലെന്നേ, അത് വിരളമായിട്ട് നടക്കുന്ന വളരെ ഒറ്റപ്പെട്ട സംഭവമാണ്. ഇറ്റ്സ് എ റെക്കറന്റ് ഈവന്റ് ഇൻ അവർ ലൊക്കാലിറ്റി. ഞങ്ങളുടെ ലൊക്കാലിറ്റി ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ടെന്ന് പറയില്ലേ. എന്നാ നമ്മൾ പറയും കൗ വിജിലൻറ്റീസ് ആർ വെരി കോമൺ, റെക്കറന്റ്. കൗ വിജിലൻറ്റീസ് ആൻഡ് ദെയർ assaults are recurrent in North India, while those are isolated events in South India. South India അത് വളരെ ഐസൊലേറ്റഡ് ആയിട്ട് ഈവന്റ് ആണെന്ന് പറയാം. സിംഗിൾ, ഒന്നുമല്ല ഉണ്ടെങ്കിൽ ഉണ്ട്. യുണീക്ക് ആണ്, അത് ഭയങ്കര യുണീക്ക് ആണ്. അങ്ങനെ എപ്പോഴൊന്നും കാണുന്ന സാധനമല്ല. ആൻഡ് ഇറ്റ് ക്യാൻ ബി കണ്ടിന്യൂസ്, ഓപ്പോസിറ്റ് ആയിട്ട് കണ്ടിന്യൂസ് പറയാം. ഇൻസെസെന്റ് ഒക്കെ പറയാം. ഇൻസെസെന്റ് ആണ് എൻഡ് ഇല്ലാത്ത, അതിനാണ് ഇൻസെസെന്റ്. സെസ്സില്ല, സീസ്ലെസ് ആണ്, അതാണ് എന്ത് പറയാ ഇൻസെസെന്റ് എന്ന് പറയാം. സീസ്ലെസ്, എൻഡിങ് ഇല്ലാത്തത്, ലാസ്റ്റിംഗ് എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ ഇൻസെസെന്റിന്റെ അർത്ഥം. സോ ഓർത്ത് വെച്ചോളാം. ഇതൊക്കെയാണ് എന്തിൽ പറയുന്നത്? ആന്റണിയുമായിട്ട് പറയാം. സീസ്ലെസ് കേട്ടിട്ടില്ലേ? സീസിയ എൻഡിയ. അപ്പൊ സീസ്ലെസ് എന്ന് പറഞ്ഞാൽ എൻഡ്ലെസ്. ഓക്കെ, ലാസ്റ്റിംഗ് എന്ന് പറയും, എൻഡ്യൂറിംഗ് ഒക്കെ പറയും. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. ഷീ ഹാഡ് എ റെക്കറന്റ് ഡ്രീം അബൌട്ട് ഫോളിങ്. ചില ആൾക്കാർ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അതേ സ്വപ്നം കാണില്ലേ, റിപ്പീറ്റഡ് ആയിട്ട് അതേ സ്വപ്നം കാണും. ഒരേ സ്വപ്നം, ഫോൾ ചെയ്യുന്ന പോലെ അല്ലെ, കിടന്നുറങ്ങുമ്പോൾ കട്ടിലേന്ന് വീഴാൻ പോകുന്ന പോലെയൊക്കെ ഉള്ളൊരു സ്വപ്നം കാണുമെന്ന് പറയില്ലേ. ഇതിനൊക്കെ റെക്കറന്റ് ഡ്രീംസ് എന്ന് പറയും, റിപ്പറ്റേറ്റീവ് ആയിട്ട് വരുന്ന ഡ്രീംസ്. ഓക്കെ, സോ റെക്കറന്റ് ഡ്രീംസ് വെച്ചിട്ടാണ് പണ്ട് നമ്മുടെ ഫ്രോയിഡ് ഒക്കെ എന്ത് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും സൈക്കോ അനാലിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും നമ്മുടെ ബിഹേവിയറിനെ പറ്റി പഠിക്കുന്നത് ഇതൊക്കെ വെച്ചിട്ട് തന്നെ കേട്ടോ. അത് വേറെ കാര്യം. ആൻഡ് ജസ്റ്റ് ടെലിംഗ്, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്തോട്ട് പോവാം. നെക്സ്റ്റ് സെന്റൻസസ് എവിടം വരെ എത്തിയായിരുന്നു നമ്മള്? ഓക്കെ, ശരി. അടുത്ത്, I have recurrent symptoms of hypersensitivity. All right. The government introduced new policies to reinforce economically backward classes. Great. Recurrent rainfall sometimes cause
കോസ് അല്ല, റെക്കറന്റ് റെയിൻഫോൾ അല്ലേ ശ്യാമേ, റെയിൻഫോൾ സിംഗുലർ, അപ്പൊ എന്ത് കൊടുക്കണം, കോസസ് ഹെൽത്ത് ഇഷ്യൂസ് ടു സം പീപ്പിൾ. റെക്കറന്റ് റെയിൻസ്, റെയിൻസ് ആയിരുന്നെങ്കിൽ നീ കോസ് കൊടുത്താൽ ഓക്കെ ആയിരുന്നു കേട്ടോടാ ശ്യാമേ. കണ്ടോ അർജുൻ കൊടുത്തോണ്ടോ, റെക്കറന്റ് റെയിൻസ് വന്നപ്പോൾ പ്ലൂറൽ കൊടുത്തു, പ്ലൂറൽ കൊടുക്കാം നിനക്ക്. റെക്കറന്റ് റെയിൻഫോൾ വരുമ്പോൾ സിംഗുലർ കൊടുക്കണമായിരുന്നു കേട്ടോ. റെക്കറന്റ് റെയിൻസ് alleviated the threat of heat waves, അത് സത്യം. Intermittent fasting is very useful against lifestyle diseases. Yes. We are reinforcing the Indian Army to take out the biggest enemy. All right. Presently, we have recurrent rainfall due to climate change. Yes. There is a recurrent rainfall in this month. A recurrent rainfall എന്ന് പറയില്ല. There is a recurrent rainfall എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. There is recurrent rainfall. A rainfall പറയണ്ടല്ലോ. ഇടതൂർന്ന് ഓരോരോ മഴ വരുന്നു എന്ന് പറയുന്നതിനേക്കാളും കുറച്ചൊരു ബെറ്റർ ഇസ് recurrent rainfall എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. In this month. ഇൻ ദിസ് മന്തും പറയണ്ട കേട്ടോ, ഇങ്ങനെ പറഞ്ഞാൽ മതി. ദർ ഇസ് റെക്കറന്റ് റെയിൻഫോൾ ദിസ് മന്ത് എന്ന് പറഞ്ഞാൽ മതി അഡ്വേർബൽ എക്സ്പ്രഷനിൽ. ഓക്കെ. ഷീ വിതൗട്ട് എനി ഫെയിൽ റെക്കറന്റ്ലി റിമൈൻഡഡ്, അങ്ങനെയല്ല, അവിടെ അലീഷ ഒരു ചെറിയ വ്യത്യാസം. ഷീ റെക്കറന്റ്ലി റിമൈൻഡഡ് മീ ഓഫ് മൈ ലയബിലിറ്റീസ് വിതൗട്ട് എനി ഫെയിൽ, അങ്ങനെ കൊടുക്കണം. ഗ്രാമർ അവിടെ തെറ്റി, ഇതിന്റെ യൂസേജ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറുമ്പോൾ ശ്രദ്ധിച്ചോണേ അലീഷ. ഷീ റെക്കറന്റ്ലി റിമൈൻഡഡ് മീ ഓഫ് മൈ ലയബിലിറ്റീസ് വിതൗട്ട് എനി ഫെയിൽ, അങ്ങനെ കൊടുത്താൽ കറക്റ്റ്. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് വിത്തൗട്ട് എനി ഫെയിൽ എന്നുള്ളത് കേട്ടോ. ഇസ്രയേൽ റിക്കറന്റ്ലി കണ്ടക്ടഡ് ഷെല്ലിംഗ് ഇൻ പാലസ്റ്റീൻ, ബ്രേക്കിംഗ് എവറി ഹ്യൂമാനിറ്റേറിയൻ ലിമിറ്റ്സ്. ഓൾ റൈറ്റ്. അവിടെ ഒരു പ്രശ്നമുണ്ട്. എവറി എന്ന് പറയുന്നതിന്റെ യൂസേജ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗ്രാമർ ഞാൻ പറഞ്ഞില്ല, എപ്പോഴും നമ്മൾ ഗ്രാമർ ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റാ. എന്താ വെച്ചാൽ എവറി എന്ന് പറയുന്ന വാക്ക് ഒരു അഡ്വേർബ് ആണ്, അല്ല സോറി, ഒരു ഡിറ്റർമിനന്റ് ആണ്, സോറി ഡിറ്റർമിനർ ആണ്. അതായത് ഈ പറയുന്ന പോലെ അഡ്ജക്റ്റീവ്. എവറി അതെ, ഈച്ച് അതെ, എവറി ഡിറ്റർമിനർ മാത്രം. ഈച്ച് എന്ന് പറയുന്നത് പ്രൊനൗൺ കൂടിയാണ്. അപ്പൊ ഈച്ച്, എവറി, അതുപോലെ ഐതറും പ്രൊനൗണും ഡിറ്റർമിനറും ആണ്, നൈതറും പ്രൊനൗണും ഡിറ്റർമിനറും ആണ്. ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. ഇവിടെ പ്രത്യേകത എന്താണെന്നറിയോ, ഇവ നമ്മൾ എപ്പോൾ ഉപയോഗിച്ചാലും ഈ എവറി, ഈച്ചും ഐതറും ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ എപ്പോഴും സിംഗുലർ നൗണേ വരാൻ പാടുള്ളൂ. അതിലൊരു മാറ്റവും. എന്തുപയോഗിക്കണം, സിംഗുലർ നൗൺ അതിൻ്റെ കൂടെ നിർബന്ധമായിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ഓഫ് ഒക്കെ കൊടുക്കുമ്പോൾ വേറെയാണ്, അല്ലാതെ ഓഫ് അല്ല, സിംഗുലർ നൗൺ ഇവിടെ കൊടുക്കുകയാണ് ഇങ്ങനെ. അപ്പൊ സിംഗുലർ നൗൺ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ വരുന്ന വെർബ് ഏതായിരിക്കണം, വെർബ് എന്തായിരിക്കണം, സിംഗുലർ വെർബും ആയിരിക്കണം. അത് നിർബന്ധമല്ലേ, സിംഗുലർ നൗൺ ആൻഡ് സിംഗുലർ വെർബ്, അത് നിർബന്ധമാണ്. അതേ സമയത്ത് കണ്ടോ ഇവിടെ എന്നാ പ്രത്യേകത എന്നറിയോ, ഇതേ സ്ഥാനത്ത് ഈ പറയുന്നവയുടെ കൂടെ, ഇതേ സ്ഥാനത്ത് ഈ പറയുന്നവയുടെ കൂടെ നമ്മൾ എന്ത് കൊടുക്കുകയാണ്, ഈ പറയുന്നവയുടെ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു കേസ് കേട്ടോ, ഒറ്റ കേസാണ് ഇത്. വേറൊരു കേസ് എന്താണെന്നറിയോ, ഇവയുടെ കൂടെ നമ്മൾ ഓഫ് ഇട്ട് കൊടുത്തു വിചാരിക്കാം. ഓഫ് ഇട്ടു, ഓഫ് ഇട്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് ശേഷം വരേണ്ട എന്തായിരിക്കണം, പ്ലൂറൽ നൗൺ ആയിരിക്കണം. അങ്ങനെ പ്ലൂറൽ നൗൺ ഇട്ട് കൊടുത്താൽ വെർബ് എന്ത് വരണം, സിംഗുലർ നൗൺ തന്നെ, അല്ല സിംഗുലർ വെർബ്. കാരണം ഓഫ് പ്രൊപ്പോസിഷൻ അല്ലേ, പ്രൊപ്പോസിഷണൽ ഫ്രേസിന് ശേഷമുള്ളതല്ല സബ്ജക്റ്റ്, അതിന് മുമ്പുള്ളത്. അപ്പൊ ഇത് തന്നെയാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അതിലൊരു പ്രത്യേകത ഉണ്ട്, ഓഫ് ഇട്ട് കൊടുക്കുന്ന ഏതിന്റെ കൂടെ എന്നറിയാം, ഈ മൂന്നിന്റെ കൂടെ മാത്രമേ ഓഫ് ഇട്ട് കൊടുക്കുള്ളൂ. ഓക്കെ. ഈ ഓഫ് ഇട്ട് കൊടുക്കുന്ന ഏതിന്റെ ഒക്കെ കൂടിയാണ്, ഈ മൂന്നിന്റെ കൂടെ ഇട്ട് കൊടുക്കും. ഈ മൂന്നിന്റെ കൂടെ മാത്രമേ നമ്മൾ ഓഫ് ഇട്ട് കൊടുക്കുള്ളൂ. എവറിയുടെ കൂടെ ഇട്ട് കൊടുക്കില്ല. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു എവറി എന്താണ്, എവറിയുടെ പ്രത്യേകത എന്താ, എവറി ഒരു ഡിറ്റർമിനർ മാത്രം, അതുകൊണ്ട് അതിൻ്റെ കൂടെ ഓഫ് ഇട്ട് കൊടുക്കില്ല. പ്രോനൗണ്ട് കൂടിയാണ് ഓഫ് ഇട്ട് കൊടുക്കുക. പ്രോനൗൺ അല്ലേ സബ്ജക്റ്റ് ആയിട്ട് വരാൻ പറ്റുള്ളൂ, ഡിറ്റർമിനറിന് സബ്ജക്റ്റ് ആയിട്ട് വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യമുണ്ട്, ഓർത്തിരുന്നുള്ളൂ. പക്ഷെ വെർബ് എന്നാ പറഞ്ഞാലും വെർബ് വരുന്ന എപ്പോഴും വെർബ് സിംഗുലർ ആയിരിക്കും, അതാണ്. ഓക്കെ. അപ്പൊ ഈ ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വെച്ചാൽ, അപ്പൊ എവറി ലിമിറ്റ്സ് പറഞ്ഞില്ല, എവറി ലിമിറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഈ ഒരു ഗ്രാമർ പാർട്ട് നമുക്ക് എവിടെ നിന്ന് വരുന്നത്, കോൺകോഡിൽ നിന്ന് വരുന്നതാണ്. സോ എന്താ പറയാ, അവിടെ നമുക്ക് വീണ്ടും നമ്മുടെ റെഫറൻസ് കിട്ടി, കോൺകോഡ്. നോക്കിയിട്ട് കോൺകോഡ് നോക്കണേ, സബ്ജക്ട് എഗ്രിമെന്റ് കേട്ടോ. അത് നോക്കിയാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഒന്ന് റീചെക്ക് ചെയ്ത് നോക്കിയാൽ ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ യു. ഓക്കെ. അപ്പൊ എവിടെ വരെ എവറി ലിമിറ്റ്സ് വരെ നമ്മൾ പറഞ്ഞു. അപ്പൊ എവറി ലിമിറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. എവിടെ എത്തി, ഹ്യൂമാനിറ്റേറിയൻ, എവറി ഹ്യൂമാനിറ്റേറിയൻ ലിമിറ്റ് കേട്ടോ, അഖിൽ രാജെ. ഓക്കെ അല്ലേ? NTA conducts various exams recurrently. Yes. Doctor insisted for a detailed checkup. ചെക്കപ്പ് ആകുമ്പോൾ ഒറ്റ വാക്കാ, അത് ഒന്നെങ്കിൽ ഹൈഫനേറ്റഡ് ആയിട്ടിടുക അല്ലെങ്കിൽ ഒറ്റ വാക്കായിട്ടിടുക. അത് ചെക്കപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഫ്രേസൽ വെർബാണ്. പക്ഷെ ഇവിടെ അശ്വതി ഉപയോഗിച്ചേക്കുന്നത് ഒരു നൗൺ ആയിട്ടാണ്. നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് ഒരുമിച്ച് എഴുതണം കേട്ടോ. അശ്വതി എന്ത് കൊടുക്കണം, ഡോക്ടർ ഇൻസിസ്റ്റഡ്. അപ്പൊ ഒരു പ്രശ്നം കൂടെ ഒന്ന് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. അശ്വതി അവിടെ ഇൻസിസ്റ്റ് എന്നതിൻ്റെ കൂടെ ഒരിക്കലും ഫോർ അല്ല കൊടുക്കുക, തെറ്റായ ഒരു പ്രൊപ്പോസിഷനാണ്. ഫിക്സഡ് പ്രൊപ്പോസിഷൻ ഉണ്ട് ഇൻസിസ്റ്റിൻ്റെ കൂടെ. ഇൻസിസ്റ്റിൻ്റെ കൂടെ എന്ത് കൊടുക്കണം, ഇൻസിസ്റ്റഡ് ഓൺ എ ഡീറ്റെയിൽഡ് ചെക്കപ്പ് ഡ്യൂ ടു റെക്കറന്റ് ഫീവർ. ഓക്കെ. അപ്പൊ ഇത് എങ്ങനെ ഞാൻ ശരിയാക്കി തരാന്ന് പറയുന്നത്, ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം. എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞുതരാം.
ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണേ. അടുത്തൊരു പേജിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. നോക്കാം. She insisted me. അല്ലെങ്കിൽ she insisted me പറയാം, അല്ലെങ്കിൽ she is insisted on. ചെക്കപ്പ് വരുമ്പോൾ എങ്ങനെ വരണം? ഒറ്റ വാക്ക് ചെക്കപ്പ്, അല്ലെങ്കിൽ എന്ത് കൊടുക്കാം? ഹൈഫനേറ്റഡ് ആയിട്ട് കൊടുക്കാം കേട്ടോ അശ്വതി. ചെക്കപ്പ്. ഈ ഫ്രേസൽ വേർബുകളൊക്കെ ഇല്ലേ, നമ്മൾ ഈ സെറ്റ് ബാക്ക് പറയില്ലേ, അപ്പൊ അതുപോലെ സെറ്റപ്പ് പറയില്ലേ. സെറ്റപ്പ് എന്ന് പറയുന്നത് സെറ്റ് അപ്പ് ഫ്രേസൽ വേർബാ. പക്ഷെ ഇതെന്താ? സെറ്റപ്പ് കമ്പനി എന്നർത്ഥം. ഇറ്റ്സ് എ നൗൺ കേട്ടോ. ഇതൊരു നൗണാണ് സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇതെന്താ? ഇതൊരു ഫ്രേസൽ വേർബ് ആണ്. വ്യത്യാസം എന്താണെന്ന് മനസ്സിലായോ? അപ്പൊ ചെക്കപ്പ് ഗ്യാപ്പ് ഇട്ടെടുത്താൽ അത് ഫ്രേസൽ വേർബ് ആവും. സോ ഷീ ഇൻസിസ്റ്റഡ് ഓൺ എ ഫുൾ ബോഡി ചെക്കപ്പ് ഡ്യൂ ടു മൈ റിക്കറന്റ് ഫീവർ. ഓക്കെ, അപ്പൊ ഇവിടെ എന്തൊക്കെയാ അശ്വതി ശ്രദ്ധിക്കേണ്ടത്? അശ്വതി എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഇൻസിസ്റ്റ് എന്ന വെർബ് ഒരു കൂടെ ഫിക്സഡ് ഒരു പ്രിപ്പോസിഷൻ ഉണ്ട്, ഓൺ. അത് ഫസ്റ്റ് തിങ് ടു ബി നോട്ടഡ് കേട്ടോ. അപ്പൊ എപ്പോഴും ഓർക്കുക, ഇൻസിസ്റ്റ് എപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചാലും അതിന്റെ കൂടെ നമ്മൾ കൊടുക്കേണ്ട വേർഡ് ഏതാണെന്നറിയോ? ഇത് ഏതാണെന്നറിയോ? നമ്മുടെ ഓൺ എന്ന ഫിക്സഡ് പ്രിപ്പോസിഷൻ ആണ് അത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ നൗൺ അല്ലെ. ഈ നൗണുകൾ ഉണ്ടല്ലോ, ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്ന നൗൺ, ഫ്രേസ് വേർബായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരുമിച്ച് നമ്മൾ ഉപയോഗിക്കണം അല്ലെ. നോക്കിയേ, ബ്രേക്ക് ത്രൂ. എന്തുകൊണ്ട് ബ്രേക്ക് ത്രൂ എന്ന് വാക്ക് നോക്കിയേ? അഡ്വാൻസ്മെന്റ് എന്നാലും പറയില്ലേ. ആ ബ്രേക്ക് ത്രൂ നമ്മൾ ഗ്യാപ്പ് ഇട്ട് എഴുതാറുണ്ടോ? അല്ലെ. ബ്രേക്ക് അപ്പ്. നോക്കി, രണ്ട് രീതിയിൽ സെന്റൻസ് കാണിച്ചു തരാം. നോക്കിയേ, they broke up. They broke up last week. ഓക്കേ, ഇത് ഫ്രേസൽ വേർബ് പോലെ ഇതും ഫ്രേസൽ വേർബ്. ഓക്കെ, നൗൺ ആവുന്ന എവിടെയാന്ന് കാണിച്ചു തരാം. നോക്കാം. For him, for him that breakup was really hard to bear. അവിടെ നമ്മൾ എന്ത് കൊടുത്തു? നൗൺ ആണ് ബ്രേക്കപ്പ് വന്നത്. മറ്റേ ബ്രോക്കപ്പ് എന്തായിരുന്നു? ഫ്രേസൽ വേർബ് ആണെങ്കിൽ ഇവിടെ ബ്രേക്കപ്പ് ഒരു നൗൺ ബ്രേക്കപ്പ് ആണ്, ഗ്യാപ്പ് ഇല്ലാത്ത ബ്രേക്കപ്പ്. നിങ്ങൾ ഗ്യാപ്പ് ഇടുമ്പോഴും ഗ്യാപ്പ് ഇടാതിരിക്കുമ്പോഴും വേർഡിന് വരുന്ന മാറ്റം കേട്ടോ, വേർഡിന് വരുന്ന മാറ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് ഈ പറയുന്ന നൗണും ഫ്രേസൽ വേർബും എന്ന് പറയുമ്പോൾ രണ്ടാ. ഒന്ന് വെർബിന്റെ യൂസേജ്, ഒന്നിന് നൗണിന്റെ യൂസേജ്. നൗണിനെ സബ്ജക്റ്റ് ആയിട്ട് ഒബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമ്പോൾ വെർബിനെ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു സെന്റൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമായിട്ടാണ്. അപ്പൊ നോക്കണേ, നമ്മൾ ഒരു യൂസേജ് തെറ്റി അല്ലെ മാറി ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ വ്യത്യാസം വരാം ഇൻ അവർ വേർഡ്സ് എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആണ്. എനിക്ക് ഫ്രേസ് വേർബ് ഒക്കെ ഉപയോഗിക്കും ഭയങ്കര ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു കാര്യം നിങ്ങളെ ഡീറ്റെയിൽഡ് പറഞ്ഞു തന്നെ കേട്ടോ. അപ്പൊ ഡോക്ടർ ഇൻസിസ്റ്റഡ് ഓൺ എ ഡീറ്റെയിൽ ചെക്കപ്പ് അടുപ്പിച്ചെഴുതണേ, ഡ്യൂ ടു റെക്കറന്റ് ഫീവർ കേട്ടോ അശ്വതി. യെസ്, പെരിനിയൽ ആന്റണിം ആണെങ്കിൽ പെരിനിയൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എവർ ലാസ്റ്റിംഗ് സീസേഴ്സ് ഒക്കെ പോലെ പെരിനിയൽ ആന്റണിം ആണ്. ഷീ ഹാഡ് എ റെക്കറന്റ് ഹെൽത്ത് ഇഷ്യൂ. അയ്യോ റോഷ്ന, ഷീ ഹാഡ് എ റെക്കറന്റ് ഹെൽത്ത് ഇഷ്യൂസ് പറയുമോ? നോക്കിയേ, ഇതുപോലൊരു സെന്റൻസ് പറയാം. They are interested in they are interested in a games പറയോ? ഇല്ല, they are interested in games പറയും. എ കൊടുക്കില്ല. എന്തുകൊണ്ടാ എ അവിടെ കൊടുക്കാത്ത? പ്ലൂറൽ നൗണിന്റെ കൂടെ അല്ല നമ്മൾ എ കൊടുക്കുന്നത്. പ്ലൂറൽ നൗണിന്റെ കൂടെ നമ്മൾ ഒരിക്കലും എ കൊടുക്കൂല. എന്തുകൊണ്ടാ നമ്മൾ അത് പറയാൻ കാരണം? പ്ലൂറൽ നൗണിന്റെ കൂടെ എ കൊടുക്കില്ലെന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാ? നമ്മൾ പഠിച്ചിട്ടുണ്ട് എസ്, സി,
എൻ ആർട്ടിക്കിൾ എന്ന ചാപ്റ്ററിൽ സിംഗുലർ ആയ കൗണ്ടബിൾ ആയ, അൺകൗണ്ടബിളിന്റെ കൂടെ നമ്മൾ എയും ആനും ഉപയോഗിക്കില്ല. എയും ആനും എന്തിന്റെ കൂടെ ഉപയോഗിക്കുന്നത്? കൗണ്ടബിൾ ആയ, വെറുതെ അഡ്ജക്റ്റീവിന്റെ കൂടെ ഉപയോഗിക്കില്ല, നൗൺ തന്നെ വേണം. ഒരു സിംഗുലർ ആയിരിക്കണം, കൗണ്ടബിൾ ആയിരിക്കണം, നൗണും ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ എയും ആനും ഉപയോഗിക്കുകയുള്ളൂ. എ അല്ലെങ്കിൽ ആൻഡ് യൂസേജ് SCN പഠിച്ചു വെച്ചോളൂ, സിംഗുലർ കൗണ്ടബിൾ നൗൺ. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണേ. ഇത് നമ്മൾ നിങ്ങൾക്ക് എവിടെ പഠിപ്പിച്ചു തന്നിട്ടുള്ളതെന്ന് അറിയോ? നമ്മുടെ റെഫറൻസ് ആർട്ടിക്കിളിന്റെ ചാപ്റ്ററിൽ. അപ്പോൾ ശ്രദ്ധിക്കണം, ആർട്ടിക്കിൾസ് പഠിക്കുന്ന സമയത്ത് എല്ലാവരും ആർട്ടിക്കിൾസ് റിവൈസ് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചോളൂ. ഒരിക്കലും പ്ലൂറൽ നൗണുകളുടെ കൂടെ നമ്മൾ എന്ത് കൊടുക്കില്ല? എ കൊടുക്കില്ല, അല്ലെങ്കിൽ ആൻ കൊടുക്കില്ല. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്ത് കൊടുക്കണം? റോഷന, she had a recurrent അല്ല, she had recurrent health issues ആവുമ്പോൾ സെറ്റ് കേട്ടോ. Her ability to get back from recurrent setbacks in life reinforce her faith in herself. Okay, great. Her recurring deposit in the bank will be due for next month. Great. Crime against women is a recurrent news. ഈസ് എ റിക്കറന്റ് ന്യൂസ് എന്ന് പറയില്ല. എന്നാ സംഗീത? ന്യൂസ് അൺകൗണ്ടബിൾ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, കൗണ്ടബിൾ നൗണിന്റെ കൂടെ നമ്മൾ എ കൊടുക്കുക. ആൻ അഡ്വൈസ് എന്ന് പറയില്ല, തെറ്റ്. എ അഡ്വൈസ് അല്ല, എ ന്യൂസ് എന്ന് പറയില്ല കേട്ടോ. ശ്രദ്ധിക്കണേ, നമ്മൾ ഈ പറഞ്ഞ പോലെ a news, an advice, I have an information. പറയോ? ഇല്ല. കാരണം they are uncountable noun. കൗണ്ടബിൾ ആയ നൗണിന്റെ കൂടെ മാത്രമേ നമ്മൾ എന്തിട്ട് കൊടുക്കുകയുള്ളൂ? ഇതൊക്കെ പിന്നെ ഓർക്കാൻ വേണ്ടിട്ടാട്ടോ ഞാനിത് എഴുതി തരുന്നത്. പിന്നെ ഈ ഒരു പേജ് കാണുമ്പോൾ ഒന്ന് ഓർത്തിരിക്കണ്ടേ നിങ്ങൾ നാളെ? അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് എഴുതി തരുന്നത് കേട്ടോ. ഇത് എഴുതി വിടാൻ കാരണം പിന്നെ ഒന്ന് ഓർത്തിരിക്കില്ല, മറന്നങ്ങ് പോകും. എനിക്കറിയാം, ഇതാണ് നമ്മുടെ എല്ലാവരും പ്രശ്നം. സോ റിമെമ്പർ ദാറ്റ്. അപ്പോൾ ക്രൈം അഗൈൻസ്റ്റ് വിമൻ ഈസ് റെക്കറന്റ് ന്യൂസ് നൗ ഡേയ്സ്. വേണ്ട, എ കൊടുക്കില്ല, കാരണം ന്യൂസ് ഇസ് അൺകൗണ്ടബിൾ കേട്ടോ. അങ്ങനെ പ്രശ്നമുണ്ട്. റെക്കറന്റ് ഡ്രീംസ് ഹാസ് അല്ല. അഖിലേ തെറ്റി വീണ്ടും. ഡ്രീംസ് പ്ലൂറൽ, അതിൻ്റെ കൂടെ എങ്ങനെ ഹാസ് വരിക? റെക്കറന്റ് ഡ്രീംസ് ഹാവ് സംതിങ് ടു ഡു വിത്ത് the unconscious mind. Recurrent dreams plural, have plural verb കൊടുക്കൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. People thought for new government after getting recurrent bad experience from them. Great. All right, fine. അപ്പൊ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മൂവിങ് ഓൺ. ഇത്ര ഐഡിയ കിട്ടിയില്ല, നമുക്ക് അടുത്തോട്ട് പോവാം. സോ നെക്സ്റ്റ് വൺ ഇസ് ഏതാണ്? അണ്ടർലൈ ചെയ്യുക. എന്താ അണ്ടർലൈ ചെയ്യുക എന്നുള്ള വാക്ക്? അണ്ടർലൈയിങ് എന്നുള്ള ഒരു അഡ്ജക്റ്റീവ് കേട്ടുണ്ടോ? അണ്ടർലൈയിങ്, ഫണ്ടമെന്റൽ, ബേസിക് എന്നൊക്കെ പറഞ്ഞ സാധനം, അണ്ടർലൈയിങ് പ്രിൻസിപ്പിൾ എന്നൊക്കെ പറഞ്ഞ സാധനം. അപ്പോൾ എന്താണ് അണ്ടർലൈ ചെയ്യുക? ഒന്ന് നോക്കിയേ, നിങ്ങൾ കേട്ട് പരിചയമുള്ള വാക്കാണോ ഇതൊന്നൊന്ന് നോക്കിക്കേ. വീഡിയോ വന്നില്ലായിരുന്നല്ലേ? ഞാൻ എന്താ വന്നു തിരിച്ചു. ഓക്കെ, സോ അണ്ടർലൈയിങ് എന്നൊരു അഡ്ജക്റ്റീവ് ഉണ്ട് കേട്ടോ. അണ്ടർലൈയിങ് എന്ന അഡ്ജക്റ്റീവ് ഈ പറഞ്ഞ വേർബിന്റെ അഡ്ജക്റ്റീവായിട്ട് ഒരുപാട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അണ്ടർലൈയിങ്. എങ്ങനെ വരും? LYING കേട്ടോ. LYING ആണ് അണ്ടർലൈയിങ്. ലൈയിങ് കേട്ടോ, അത് അഡ്ജക്റ്റീവ്. അതിന്റെ അർത്ഥം ബേസിക്, ഫണ്ടമെന്റൽ എന്നൊക്കെയാണ് അർത്ഥം. ബേസിക്, ഫണ്ടമെന്റൽ. ഇനി അണ്ടർലൈ ചെയ്യുക മീൻസ് സപ്പോർട്ട് ചെയ്യുക, അപ്ഹോൾഡ് ചെയ്യുക, അണ്ടർപിൻ ചെയ്യുക, ക്യാരി ചെയ്യുക, താങ്ങുക കേട്ടോ. താങ്ങുക, ഒരു കാര്യം താങ്ങി നിർത്തുക എന്ന് പറയില്ലേ. സ്റ്റഡി ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക, റീഇൻഫോഴ്സ് ചെയ്യുക. നേരത്തെ റീഇൻഫോഴ്സ് ഇല്ലേ, അണ്ടർലൈൻ സിനോണിം ആണ്. അതുകൊണ്ട് ഞാൻ എഴുതാതിരുന്നത്, അത് ഇവിടെ കൂടി വരുന്നുള്ളതാണ്. അപ്പോൾ ഓഫ് കോഴ്സ് ആന്റണിം എന്താ? അണ്ടർമൈൻ ചെയ്യുക. അണ്ടർലൈൻ ഓപ്പോസിറ്റ് ആണ് അണ്ടർമൈൻ. അണ്ടർമൈൻ താഴ്ത്തിയടിക്കുകയാണ്. അണ്ടർലൈൻ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഉയർത്തുക, സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ മുകളിൽ പിടിച്ച് ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. വീക്കൻ ചെയ്യുക, അബാൻഡൻ ചെയ്യുക, നെഗ്ലക്ട് ചെയ്യുക, ഹെസിറ്റേറ്റ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക, ഇത് കൊടുക്കുക, അടിയറവ് പറയാം, സബ്മിറ്റ് ചെയ്യുക. അതൊക്കെയാണ് എന്താ പറയാ നമ്മുടെ അണ്ടർലൈയുടെ ഓപ്പോസിറ്റ് ആയിട്ട് പറയാം. സോ എക്സാമ്പിൾ ഓഫ് സെന്റൻസസ് നോക്കാം. വി ഡിസ്കസ്ഡ് ദ പ്രിൻസിപ്പിൾസ് ദാറ്റ് അണ്ടർലേ. അണ്ടർലൈ ഭയങ്കര ഒരു കോമൺ ആയിട്ടുള്ള ഒരു കൺഫ്യൂസിംഗ് വേർഡ്സിൽ പെടുന്ന സാധനമാണ് കേട്ടോ ഇത്.
ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കണം. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അണ്ടർലൈ, ഈ ഒരു വാക്ക് മാത്രം പറയാം, വേറെ വാക്കുകളൊന്നും ഞാൻ ഇവിടെ പറയില്ല, കാരണം കൺഫ്യൂസിങ് വേർഡ് അത്, അതുകൊണ്ടാണ്. ലൈ എന്ന വാക്ക്, ഓക്കെ, ലൈ, ലേ, പാസ്റ്റ് ടെൻസ്, ഓക്കെ, ലൈ, ലേ, ലെയിൻ, ലൈ, ലേ, ലെയിൻ. വേറെ ലൈയും ഉണ്ട്, അത് കൺഫ്യൂസിങ് ആവുന്നതുകൊണ്ടാണ് ഞാൻ, കള്ളം എന്നൊരർത്ഥം ലൈക്കുണ്ട്, അത് ലൈ, ലൈഡ്, ലൈഡ് ആണ്, അത് ഞാനിവിടെ എഴുതുന്നില്ല, അതിവിടെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. ഭയങ്കര കൺഫ്യൂസിങ് വേർഡ്സ്, 3 തരത്തിലുള്ള വേർഡ്സ് ഉണ്ട്, അപ്പോൾ അത് ഐ ഡോണ്ട് വോണ്ട് ടു ഡിസ്കസ് ദാറ്റ് ഇവിടെ, അതുകൊണ്ട് ഞാനിപ്പോൾ അത് ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൗണ്ടേഷനൊക്കെ ലേ ചെയ്യുക എന്നൊക്കെ പറയില്ലേ, ഫൗണ്ടേഷനൊക്കെ ലേ ചെയ്യുക എന്നുള്ള വാക്ക് പറയില്ലേ, അതിൽ പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഓക്കെ, നോക്കിയേ, വി ഡിസ്കസ് ദി പ്രിൻസിപ്പിൾസ് ദാറ്റ് അണ്ടർലേ ദെയർ മെത്തേഡ്സ്. ഓക്കെ, അപ്പൊ ലൈ എന്ന് പറയുമ്പം കിടക്ക എന്നൊക്കെ അർത്ഥം പറയില്ലേ, ആ അർത്ഥം. പക്ഷെ അണ്ടർലൈ വേറെ അർത്ഥമാണ്, ഇത് കിടക്ക, കിടന്നു, ലേ, ഹി ലേ ഡൗൺ പറയില്ലേ, അതുപോലെ തന്നെ ഇതാണ് ലെയിൻ, കിടന്നു എന്നുള്ളത്, ലെയിൻ, അത് വേറെ അർത്ഥമാണ്. പക്ഷെ അതേസമയത്ത് ലെയ്ഡ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്, അത് ലെയ്ഡ് ഇതല്ല, ഈ ലെയ്ഡ് അല്ല, അത് വേറെ സാധനമാണ് കേട്ടോ. ഓക്കെ, അത് വേറെയാണ്. അണ്ടർലൈ, അണ്ടർലേ, അതൊക്കെ വേറെ വാക്കാണ്, അത് ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ബിക്കോസ് ഇറ്റ്സ് റിയലി കൺഫ്യൂസിങ്. കൺഫ്യൂസിങ് വേർഡ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമുക്കുണ്ട്, അവിടെ നമുക്ക് പഠിക്കും, കാരണം അത് ചോദ്യങ്ങൾ വരാറുണ്ട് എക്സാമിന്, അതുകൊണ്ട് ആ ഒരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഇനി ഇത് എനിക്ക് മനസ്സിലായി, ഞാനത് പറഞ്ഞു തരും, പക്ഷെ ഇപ്പോഴല്ല, ഇത് ഇപ്പൊ പറഞ്ഞാൽ അത് ഭയങ്കര കൺഫ്യൂസിങ് ആവും, അതുകൊണ്ട് പിന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും, അടുത്ത ക്ലാസ്സിൽ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. സോ ഐ ടീച്ച് ദിസ് ക്ലിയർലി ഇൻ കൺഫ്യൂസിങ് വേർഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ. ഓക്കെ, ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞുതരാം. ഓക്കെ, ദാറ്റ്സ് മൈ വേർഡ്. പാർട്ടി റീഇൻഫോഴ്സ് അല്ലടാ നിതു, പാർട്ടി സിംഗുലർ അല്ലേ, അപ്പൊ പാർട്ടി റീഇൻഫോഴ്സ്ഡ് കൊടുക്കാം, അല്ലെങ്കിൽ റീഇൻഫോഴ്സസ് കൊടുക്കാം. ഒന്നെങ്കിൽ പ്രസന്റിൽ സിംഗുലർ വെർബ് കൊടുക്കേ, കാര്യം പാർട്ടി സിംഗുലറാ, അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് കൊടുക്കും, പാസ്റ്റ് ടെൻസ് കൊടുക്കും, എല്ലാത്തിനും, അപ്പൊ കുഴപ്പമില്ലല്ലോ. പാർട്ടി റീഇൻഫോഴ്സ് NDA ടു ഓപ്പൺ അക്കൗണ്ട് ഇൻ കേരള, അല്ലെങ്കിൽ എന്ത് കൊടുക്കണം, പാർട്ടി റീഇൻഫോഴ്സസ് NDA ടു ഓപ്പൺ അക്കൗണ്ട് ഇൻ കേരള. കേരളയുടെ K ക്യാപിറ്റൽ കൊടുക്കണേ നീതു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഒരാളുടെ പേര്, ഓരോ സ്ഥലത്തിന്റെ പേര്, വ്യക്തികളുടെ പേരൊക്കെ വരുമ്പോൾ എന്ത് വരും, ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാൻ മറക്കരുത്, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. Reinforcement of the party helps NDA to open account in Kerala. കേരളയുടെ K ക്യാപിറ്റൽ ഇതിൽ തെറ്റില്ല. റീഇൻഫോഴ്സ്മെന്റ് ഓഫ് ദ പാർട്ടി ഹെൽപ്സ് NDA ടു ഓപ്പൺ അക്കൗണ്ട് ഇൻ കേരള, സെറ്റ് ആണ്, K ക്യാപിറ്റൽ കൊടുത്താൽ മാത്രം മതി എത്തും. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, ഞാൻ പറഞ്ഞു തരും കേട്ടോ അതൊക്കെ. ഓൾറൈറ്റ്, we have millions of people who underlie our vision about having an eco-friendly environment. Yes, the underlying principle behind the new technology, basic principle alle, was explained in the science conference. Great. Okay, അപ്പോൾ അണ്ടർലൈങ് എന്ന് പറയുന്ന ഇതിന്റെ മീനിങ് ഒന്ന് ഓർത്തോണേ, ബേസിക് പ്രിൻസിപ്പിൾ, അതാണ് അർത്ഥമാണ് ഇതൊക്കെ. അണ്ടർലൈങ് എന്ന് പറഞ്ഞ അർത്ഥം അഡ്ജക്റ്റീവ് ആണ്, അർത്ഥം ബേസിക്. ഇവിടെ മാറ്റി എഴുതാം, കാരണം ഇതിന്റെ അർത്ഥമാണ് ഫണ്ടമെന്റൽ, അടിസ്ഥാനപരമായ, ബേസിക്. അതൊക്കെയാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഓർത്ത് വെച്ചു, ഇത് രണ്ടും അർത്ഥം. അണ്ടർലൈൻ രണ്ട് മീനിങ് വരുന്ന സാധനമാണ്, അതാണ് ഈ പ്രശ്നം, അതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ അടിക്കും. അതുപോലെ ഈ വാക്ക് അണ്ടർലൈയുടെ പാസ്റ്റൻസ് ആയതുകൊണ്ടാണ് അണ്ടർലേ വന്നത്, അപ്പൊ ഇതിന്റെ വീട്ടിൽ വരുമ്പോൾ അണ്ടർലൈൻ വരും കേട്ടോ. അതാണ് ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തി കാണിച്ചു തന്നത്. ഈ സാധനം പോലെ അല്ല മറ്റ് വാക്കുകൾ, വേറെ വാക്കുകളും ഉണ്ട്, അത് വേറെ സാധനമാണ്. ഇതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച്, പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സാധനം കേട്ടോ ഇത്. പിന്നീട് നമുക്ക് ഒരുപാട് ഡിസ്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യമാണിത്. ഇറ്റ് ഹാസ് സംതിങ് മോർ ടു ബി ഡിസ്കസ്ഡ്. മൂവിങ് ഓൺ, യൂഫോറിയ കേട്ടുണ്ടോ? യൂഫോറിയ എന്നൊക്കെ ഉള്ള ബുട്ടീക്സ് ഒക്കെ കാണാം പുറത്തൊക്കെ നോക്കുമ്പോൾ, ചില കമ്പനീസിന്റെ പേര് അല്ലെങ്കിൽ ബുട്ടീക്സിന്റെ ഒക്കെ പേരിൽ യൂഫോറിയ എന്ന് പറഞ്ഞു വരും. എന്താ യൂഫോറിയ എന്ന് പറയാ? പരമാനന്ദം എന്നൊക്കെ നമ്മൾ പറയല്ലേ, എനിക്ക് ഭയങ്കര എന്താ പറയാ, സന്തോഷത്തിന് നിർവൃതി എന്നൊക്കെ പറയില്ല, ആ സാധനമാണ് യൂഫോറിയ. സോ യൂഫോറിയ ഇസ് എ നൗൺ. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ, അപ്പൊ അതിന്റെ ഇടയ്ക്ക് കുറച്ച് സെന്റൻസ് വന്നല്ലോ, അർത്ഥം വരുന്നതിന് മുമ്പ് ഞാൻ സെൻസ് വായിക്കാം. നോബഡി കൻ അണ്ടർമൈൻ ദ ഫാക്ട് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോംസ് അണ്ടർലൈൻ പ്രിൻസിപ്പിൾ ഓഫ് our country. Yes, the underlying factors behind the disaster has not been revealed yet. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടല്ലോ അശ്വതി, അണ്ടർലൈങ് ഫാക്ടേഴ്സ് പ്ലൂറൽ ആണ് സബ്ജക്റ്റ്, ഫാക്ടേഴ്സ് ആണ് സബ്ജക്റ്റ്, അപ്പൊ എങ്ങനെ ഹാസ് വരുന്നേ?
ബിഹൈൻഡ് ദ ഡിസാസ്റ്ററിലെ ഡിസാസ്റ്റർ അല്ല സബ്ജക്ട്, ഫാക്ടേഴ്സ്. തുടക്കത്തിൽ സബ്ജക്ട് അതാ, ഫാക്ടേഴ്സ് ആ. അപ്പൊ ഹാവ് നോട്ട് ബീൻ റിവീൽഡ് യെറ്റ് കേട്ടോ. ദ അണ്ടർലൈൻ ഫാക്ടേഴ്സ് ബിഹൈൻഡ് ദ ഡിസാസ്റ്റർ ഹാവ് നോട്ട് ബീൻ റിവീൽഡ് യെറ്റ്. ക്ലിയർ അല്ലേ? ശ്രദ്ധിക്കണം, സബ്ജക്ട് ആൻഡ് വേർബ് എഗ്രിമെന്റ് വളരെ ഇമ്പോർട്ടന്റ്. പീപ്പിൾസ് ഡിസെന്റ് അല്ല, പീപ്പിളിന്റെ, അഭിലാഷേ അപ്പസ്ട്രോഫി വെച്ചിട്ടടാ, പീപ്പിളിന്റെ, മനുഷ്യരുടെ ഡിസെന്റ് ടുവേർഡ്സ് ഇൻകംബന്റ് ഗവൺമെന്റ് അണ്ടർലൈ. അണ്ടർലൈ അല്ല, അതെ അതല്ല, പീപ്പിൾ ആ, സോറി, ആ പീപ്പിൾസ് ആണല്ലോ, അപ്പസ്ട്രോഫി വെച്ചിട്ടൊക്കെ മറക്കേണ്ടത് മാത്രമേ ഉള്ളൂ. അണ്ടർലൈ ദി മെയിൻ cause for opposition party to come into power. Yes, we should underline the rescue operations of Indians in Palestine. Okay, great, fine. Appa euphoria, euphoria means പരമാനന്ദം അല്ലേ, elation, അല്ലെങ്കിൽ എന്ത് പറയാം, happiness, joy, delight, ecstasy, exhilaration, gladness, bliss അല്ലെ, പരമാനന്ദം എന്ന് പറയില്ല, അവസാനം bliss. അപ്പൊ അതാണ് യൂഫോറിയയുടെ സിനോണിംസ് ആയിട്ട് പറയാം. The concepts of the committee has been, SHA has been എങ്ങനെ വരും, കോൺസെപ്റ്റ്സ് അല്ലേ സബ്ജക്ട്, ഓഫ് ദ കമ്മിറ്റി എന്ന് പറയുന്ന പ്രൊപ്പോസിഷണൽ ഫ്രേസ് ആണ്, ഓഫ് എന്ന് പറയുന്ന പ്രൊപ്പോസിഷന് ശേഷം ഉള്ളതാണ്. അപ്പൊ കോൺസെപ്റ്റ്സ് ആണ് സബ്ജക്ട്, അപ്പൊ ഹാസ് ബീൻ അല്ല. ദ കോൺസെപ്റ്റ്സ് ഓഫ് ദി കമ്മിറ്റി ഹാവ് ബീൻ അണ്ടർലൈൻഡ് ബൈ ദി ഗവൺമെന്റ് എന്ന് കൊടുക്കണം, SHA. ശ്രദ്ധിക്കണേ കേട്ടോ, ഇമ്പോർട്ടന്റ് ആയ ആസ്പെക്ട് ആണ്, ശ്രദ്ധിക്കൂ. ആൻഡ് അടുത്തത് നമ്മുടെ ആന്റണിംസ്. അപ്പൊ യൂഫോറിയ പറഞ്ഞല്ലോ പരമാനന്ദമാണേ, അതിന്റെ ഓപ്പോസിറ്റ് എന്താ, ദുഃഖം അല്ലെ, ദുഃഖം അല്ലെങ്കിൽ എന്താ പറയാ, വോ, മിസറി, വോ, ഡിസ്ട്രെസ്, സോറോ, അൺഹാപ്പിനെസ്, ഡിപ്രഷൻ എന്നൊക്കെ പറയും. ഓൾറൈറ്റ്, അപ്പൊ ഡിപ്രഷൻ, അൺഹാപ്പിനെസ്, ഡിസ്ട്രെസ്, സോറോ, വോ, മിസറി എന്നൊക്കെയാണ് യൂഫോറിയയുടെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പറയാം, ആന്റണിംസ് ആയിട്ട് പറയാം. സോ എക്സാമ്പിൾ നോക്കാം. ഇൻ ദിസ് യൂഫോറിയ, ഈ ഒരു പരമാനന്ദത്തിൽ, ഹി ഹാഡ് ബിക്കം കൺവിൻസ്ഡ് ഹി കുഡ് ഡിഫീറ്റ് ദം. അങ്ങനെ അവൻ എന്ത് ചെയ്യും, എൻ്റെ ഇടയ്ക്ക് എൻ്റെ നെറ്റ് ഒന്ന് കിടന്ന് കറങ്ങി തോന്നുന്നു. യൂഫോറിക് എന്നാണെന്ന് തോന്നുന്നു അഡ്ജക്റ്റീവ് തോന്നുന്നു, ഞാൻ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ, ഒന്ന് റീചെക്ക് ചെയ്യട്ടെ. യൂഫോറിക് എന്നാണെന്ന് തോന്നുന്നു അഡ്ജക്റ്റീവ്, ലെറ്റ് മീ സീ. യെസ്, യൂഫോറിക്. അതുകൂടി ഇട്ടേക്കാം, കാരണം നിങ്ങൾക്ക് അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ഉപയോഗിക്കാൻ വന്നാൽ മറക്കണ്ട, EUPHORIC, യൂഫോറിക് അഡ്ജക്റ്റീവ്. അഡ്വേർബ് ആകുമ്പോൾ യൂഫോറിക്കലി ഉണ്ടോ, മറക്കണ്ട. അപ്പൊ അണ്ടർലൈൻ പറഞ്ഞേ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞേ, അതുപോലെ അഡ്ജക്റ്റീവ് ആകുമ്പോൾ LY ഇട്ട് കൊടുത്താൽ അഡ്വേർബ് ആയിട്ടോ, അത് മറക്കണ്ട. യൂഫോറിക്കലി എന്ന് പറയാം. സെന്റൻസ് ക്ലിയർ അല്ലേ? Mutual understanding is necessary to underlie a good relationship or relation. Yes, Babita. Great. അപ്പൊ യൂഫോറിയ ക്ലിയർ ആണ്, യൂഫോറിക്ക് മനസ്സിലായല്ലോ. അടുത്തുള്ള ഡുവം സ്പൊറാഡിക്. സ്പൊറാഡിക് കേട്ടിട്ടില്ലേ? ഒക്കേഷണൽ, വല്ലപ്പോഴും ഒക്കെ ഉള്ള അല്ലെ, എപ്പോഴും ഇല്ല, വല്ലപ്പോഴും ഒക്കെ ഉള്ള, അതാണ് സ്പൊറാഡിക് എന്ന് പറയാം. അപ്പൊ നോക്കാം, സ്പൊറാഡിക്കിന്റെ ഓപ്പോസിറ്റ് എന്താ, ഇൻഫ്രീക്വന്റ്, ഇറഗുലർ, ഇറാറ്റിക്, അൺസ്റ്റഡി, ഇടവിട്ടുള്ളതൊക്കെ പറയില്ലേ. ശരിക്കും പറഞ്ഞാൽ സ്പൊറാഡിക് ഏറെക്കുറെ സിനോണിം ആണ് നമ്മുടെ റെക്കറന്റിന്റെ, ഏറെക്കുറെ സിനോണിം റെക്കറന്റിന്റെ. കാരണം റെക്കറന്റ് എന്താ, അത് ഒക്കേഷണൽ ആണ്, സീസണൽ ആണ്, ഇറാറ്റിക് ആണ്, റെഗുലർ ആയിട്ട് നടക്കുന്നുണ്ട്, പക്ഷെ ഇറഗുലർ എന്ന് പറയില്ല. പക്ഷെ സ്പൊറാഡിക്ക് നമ്മൾ ഇറഗുലർ എന്ന് പറയും. അതുകൊണ്ട് ഞാൻ ഏറെക്കുറെ സിനോണിമസ് ആയിട്ട് പറയും സ്പൊറാഡിക്കിനെ കേട്ടോ. അപ്പൊ സ്പൊറാഡിക് മീൻസ് ഒക്കേഷണൽ, ഇൻഫ്രീക്വന്റ്, ഫ്രീക്വന്റ് ആയിട്ടല്ല, വല്ലപ്പോഴും ഒക്കെ, അങ്ങനെയാണ് സ്പൊറാഡിക് പറയാം. ഇറാറ്റിക്, മഴയുണ്ടോ, ഇല്ല, there are sporadic rains in some months എന്ന് പറയാം. ചില മാസങ്ങളിൽ സ്പൊറാഡിക് റെയിൻസ് ഉണ്ട്, വല്ലപ്പോഴൊക്കെ മഴ പെയ്യാറുണ്ട്, അതാണ് സ്പൊറാഡിക്കിന്റെ അർത്ഥം. വല്ലപ്പോഴും, ഇൻഫ്രീക്വന്റ് ആയിട്ട്, ഫ്രീക്വന്റ് ആയിട്ടൊന്നുമില്ല, വല്ലപ്പോഴും ഒക്കെ അല്ലേ, അതാണ്. അതുപോലെ ഇറഗുലർ ആണ്, റെഗുലർ ആയിട്ടൊന്നും കിട്ടാറില്ല, ഇറഗുലർ ആയിട്ടൊക്കെ നടക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇറാറ്റിക് ആണ്, അൺസ്റ്റഡി ആണ്, സഡൻ ആണ് അല്ലെ, പെട്ടെന്ന് വന്നിങ്ങ് പോകും, അൺപ്രിഡിക്റ്റബിൾ ആണ്, പെട്ടെന്ന് ഒന്ന് നോക്കിയിരിക്കുമ്പോൾ ഒന്നും അല്ലെ, തോന്നിയ പോലെ അങ്ങനെ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താ, ഫ്രീക്വന്റ്, റെഗുലർ, സ്റ്റഡി, കണ്ടിന്യൂസ് അല്ലെ, കോൺസ്റ്റന്റ് പറയും, സ്റ്റേബിൾ പറയും, കോമൺ പറയും. അതൊക്കെയാണ് സ്പൊറാഡിക്കിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പറയാം. സി, സ്പൊറാഡിക് ഫൈറ്റിംഗ് ബ്രോക്ക് ഔട്ട് ബിറ്റ്വീൻ ദ സ്റ്റുഡൻസ്. പെട്ടെന്ന് അൺപ്രഡിക്റ്റബിൾ ആയിട്ടല്ലേ, പെട്ടെന്ന് ഒരു ഫൈറ്റിംഗ് പൊട്ടിപ്പുറപ്പെട്ടു. ബ്രോക്കൗട്ട് മീൻസ് ഫ്രേസ് ലോബ. ബ്രോക്കൗട്ടിന്റെ അർത്ഥം എന്നാ നോക്കാം, ഓരോ ഫ്രേസ് ലോബ് വളരെ ഇമ്പോർട്ടൻറ്റ്. ബ്രോക്കൗട്ട് എന്ന് എന്താ അർത്ഥം, പെട്ടെന്നുള്ളതാണ് കേട്ടോ. ഇറപ്റ്റ് ചെയ്യാം, നമ്മൾ ബ്രേക്ക്ഔട്ട് എന്ന് പറയുമ്പോൾ erupt suddenly, erupt or start suddenly. ലൈക്ക് എന്തൊക്കെയാകാം, വോർ, നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ആണേ, പ്രൊട്ടസ്റ്റ്, വോർ പോലുള്ള സാധനങ്ങളല്ലേ. ഒരു പ്രൊട്ടസ്റ്റോ വോറോ അല്ലെങ്കിൽ എൻഡമിക്, പാൻഡമിക്, എൻഡമിക് പോലെ ഇല്ലേ, പെട്ടെന്ന് പറയില്ലേ,
സ്പൊറാഡിക് സ്പൊറാഡിക് അല്ല, ബ്രോക്കൗട്ടിന് വരുന്ന എന്താ പറയാ, പാൻഡമിക് ബ്രോക്കൗട്ട് ഗ്ലോബലി എന്ന് പറയാം, അല്ലെങ്കിൽ എന്താ പറയാ, ഈ പറയുന്ന പോലെ പ്രൊട്ടസ്റ്റ് ബ്രോക്കൗട്ട് ബിറ്റ്വീൻ ദി പീപ്പിൾ ഓർ സിറ്റിസൻസ് ഓർ ഫ്രം among the civilians പറയാം, war broke out in ഇസ്രായേൽ പറയാം, ഓർ ഈ പറയുന്ന പോലെ പലസ്തീൻ പറയാം, അങ്ങനെ കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചോണം, ബ്രോക്ക് ഔട്ട് അല്ലെ ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറപ്റ്റ് പെട്ടെന്ന് പൊട്ടി പുറപ്പെടുവിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക, അതിനാണ് കേട്ടോ. ഓർത്ത് വെച്ചോണം, അതൊന്ന് നോട്ട് ചെയ്ത് പോണേ, മീനിങ് നോട്ട് ചെയ്തോ. അപ്പോൾ ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ, സെൻറ്റൻസസിലോട്ട് പോകല്ലോ നിങ്ങളുടെ. ഇങ്ങനെയുള്ള ഇൻ ബിറ്റ്വീൻ വരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകും, അപ്പോൾ നിങ്ങൾക്കും ഒരു ക്ലാരിറ്റി കിട്ടും when it comes to words. എവിടെ വരെ എത്തിയായിരുന്നു? ബബി ഇത് പറഞ്ഞു വരെ എത്തി അല്ലേ. യെസ്, the winning of World Cup made the team members in a euphoric state. Great. The rainfall in the arid regions had a euphoric effect among the natives. All right. If I get appointed as High Court Assistant, I would experience, I would alla, if I get alle, conditional sentence പ്രത്യേകത ടെൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലല്ലോ, അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം, കണ്ടീഷണൽ പറയാനുണ്ട്. ഇഫ് ഐ ഗെറ്റ് അപ്പോയിന്റഡ് ആസ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ്, ഐ വുഡ് പറയാൻ പറ്റില്ല, ഞാൻ അപ്പോയിന്റഡ് ആയാൽ എന്നാ പറയുന്നത്, ഭാവിയിലെ കാര്യം, വുഡ് പറയില്ല, വില്ല് പറയണം. ഐ വിൽ എക്സ്പീരിയൻസ് ആൻഡ് യൂഫോറിയോ ആണ് പറയുന്നത്, ആൻഡ് യൂഫോറിയക്ക് പ്ലൂറൽ ഇല്ല, ഇറ്റ്സ് ആൻ അൺകൗണ്ടബിൾ നൗൺ, ഒരു ഫീലിംഗ് അല്ലേ, അബ്സ്ട്രാക്ട് നൗൺ അല്ലേ, അല്ലേ അശ്വതി, അവിടെ യൂഫോറിയ എന്ന് കൊടുക്കില്ല, ഐ വുഡ് എക്സ്പീരിയൻസ് യൂഫോറിയ, പരമാനന്ദം ഞാൻ എന്താ പറയാ എക്സ്പീരിയൻസ് ചെയ്യും എന്ന് പറയാം കേട്ടോ. ആൻഡ് പറയില്ല, വെറും യൂഫോറിയ കേട്ടോ. ബിക്കോസ് യൂഫോറിയ, കൈൻഡ്നെസ്, ഹാപ്പിനെസ്, ഹെൽപ്ലെസ്നെസ് ഒക്കെ അബ്സ്ട്രാക്ട് നൗണുകളാണ്, അവയ്ക്ക് പ്ലൂറൽ ഇല്ലല്ലോ. ഹാപ്പിനെസ്സസ് എന്ന് പറയോ ഇല്ല, സന്തോഷങ്ങൾ എന്ന് പറയോ ഇല്ല, സന്തോഷം തോന്നുന്നു, സങ്കടങ്ങൾ തോന്നുന്നു നമ്മൾ പറയില്ല, സങ്കടം തോന്നുന്നു എന്ന് പറയാം. മലയാളത്തിൽ അത് അൺകൗണ്ടബിൾ തന്നെയാണ്. അതുപോലെ മോസ്റ്റ് ഓഫ് ദ കോഫ് സിറപ്സ് ഹാവ് euphoric effect. Okay. With the underlying evidence, police apprehended the criminal. All right. Yes. The happiest people are finding the way of euphoria by living in their dreams. Okay, great. His euphoric attitude towards the exam led to his downfall. Okay. പരമാനന്ദമായിട്ട് എക്സാം എഴുതാൻ പോയതാ പ്രശ്നം അല്ലേ. After a lot of misery during pregnancy, now വേണ്ട, അവിടെ നൗവിന്റെ ആവശ്യമില്ല, നൗ അവിടെ ഒരു എന്താ പറയാ ഇതിന്റെ ആവശ്യമില്ല, എന്താ പറയാ, നൗ അവിടെ കൊടുത്താൽ തെറ്റും, അല്ലെങ്കിൽ എന്ത് കൊടുക്കാന്ന് അറിയാം. ആഫ്റ്റർ എ ലോട്ട് ഓഫ് മിസ്റ്ററി ഡ്യൂറിംഗ് പ്രഗ്നൻസിയുടെ സമയത്ത് മിസ്റ്ററിക്കൊക്കെ ശേഷം ഐ എം എക്സ്പീരിയൻസിങ് യൂഫോറിയ നൗ, അവിടെ നൗ കൊടുക്കും. അപ്പോൾ ഓക്കെ കേട്ടോ അലിഷ, അങ്ങനെ കൊടുക്കും. ഓൾ റൈറ്റ്. And the momentary euphoric effects of drugs causes അല്ല, കോസ്. കാര്യം ഇവിടുത്തെ സബ്ജക്ട് ഏതാണെന്നറിയോ അഭിലാഷേ? എഫക്ട്സ്. യൂഫോറിക് എഫക്ട്സിലെ എഫക്ട്സ് ആണ് സബ്ജക്ട്. അപ്പൊ എഫക്ട്സ് പ്ലൂറൽ അല്ലേ, അപ്പൊ കോസസ് സിംഗുലർ കൊടുക്കാൻ പറ്റുമോ? കോസ് അഡിക്ഷൻ ആൻഡ് ഹിൻഡർ അസ്. കോസ് അഡിക്ഷൻ ആൻഡ് ഹിൻഡർ അസ് ഫ്രം ഗെറ്റ് ഓവർ ഇറ്റോ, ഗെറ്റിംഗ് ഓവർ ഇറ്റ് ഫ്രം ഒരു പ്രൊപ്പോസിഷൻ അല്ലേടാ. പ്രൊപ്പോസിന് ശേഷം വെർബ് വരുമോ? ഇല്ല. പ്രൊപ്പോസിന് ശേഷം ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നൗണോ പ്രൊനൗണോ അല്ലെങ്കിൽ ജെറണ്ടോ. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം അത് കേട്ടോ, അത് മറന്നു പോരുതേ. എപ്പോൾ നമ്മളൊരു പ്രൊപ്പോസിഷൻ ഉപയോഗിക്കേണ്ട വന്നാൽ അല്ലെ, നിങ്ങൾ എപ്പോഴൊരു പ്രൊപ്പോസിഷൻ ഉപയോഗിച്ചാലും അതിന് ശേഷം നിങ്ങൾക്ക് ഒബ്ജക്റ്റ് കൊടുത്തേ പറ്റൂ. ആ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? പ്രൊപ്പോസിഷന് ശേഷം വരുന്ന ഒബ്ജക്റ്റുകൾ ഏതൊക്കെയാ? നൗൺ ഓഫ് കോഴ്സ് ഒബ്ജക്റ്റ് ആണ്, പ്രൊനൗൺ ഓഫ് കോഴ്സ് ഒബ്ജക്റ്റ് ആണ്, പിന്നെ ഏതാ വരുന്നത്? ഒരു സാധനം കൂടി വരുള്ളൂ, വെർബ് വരില്ല. വെർബിന്റെ ജെറണ്ട് ഫോം വരും. വെർബിന്റെ ജെറണ്ട് ഫോം ആണല്ലോ ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, നൗൺ ആയിട്ട് ഉപയോഗിക്കുന്ന ജെറണ്ട് കേട്ടോ. അപ്പൊ ഫ്രം ഗെറ്റിംഗ് ഓവർ ഇറ്റ്. അപ്പൊ നീ അവിടെ 3 തെറ്റ്, കോസസ് മാറ്റി കോസാക്കുക, ഹിൻഡേഴ്സ് മാറ്റി ഹിൻഡർ ആക്കുക, ആൻഡ് ഫ്രം ഗെറ്റിംഗ് ഓവർ ഇറ്റ് ആക്കുക കേട്ടോ. അഭിലാഷേ അവിടെ ശ്രദ്ധിച്ചോളൂ, ശ്രദ്ധിക്കണ്ട അമ്മനെ. സം ലിറ്ററി വർക്ക് പ്രൊഡ്യൂസസ്, ഓക്കെ, സം ലിറ്ററി വർക്ക്, സം അവിടെ ലിറ്ററി വർക്ക് ആയതുകൊണ്ട് അൺകൗണ്ടബിൾ അല്ലടാ അഖിലേ. കൃതികളല്ലേ നീ ഉദ്ദേശിച്ചത്? ചില കൃതികൾ, ചില ലിറ്ററി കൃതികൾ. അപ്പൊ അത് പ്ലൂറൽ കൊടുക്കണം, കാരണം കൃതികൾ പ്ലൂറൽ ഉണ്ട്, ജോലി പണി എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്ലൂറൽ ഇല്ല, അൺകൗണ്ടബിൾ ആണെന്ന് പറയാം. അപ്പൊ രണ്ട് മീനിങ് വൈസ് രണ്ടും രണ്ടാം. അപ്പൊ അതിൽ എന്ത് കൊടുക്കണം? സം ലിറ്ററി വർക്ക്സ്. സം കൊടുത്തിട്ടുള്ളത് ഉറപ്പായിട്ടും
വർക്ക്സ് കൊടുക്കണം, സം ലിറ്ററി വർക്ക്സ് എന്ന് തന്നെ കൊടുക്കണം. അപ്പോൾ ഓഫ് കോഴ്സ് അതിന്റെ കൂടെ തന്നെ വരുന്ന വെർബ് പ്ലൂറൽ ആകും. സം ലിറ്ററി വർക്ക് പ്രൊഡ്യൂസ് ഇന്റൻസ് ഫീലിംഗ്സ് ഓഫ് യൂഫോറിയ. കേട്ടോ, സം ലിറ്ററി വർക്ക്സ് പ്രൊഡ്യൂസ് ഇന്റൻസ് ഫീലിംഗ്സ് ഓഫ് യൂഫോറിയ. അഖിലെ ഒന്ന് നോട്ട് ചെയ്യാൻ മറക്കല്ലേ. The sporadic nature of the job made him to quit. Okay. Sighting rainbow is a sporadic phenomenon. All right. Nowadays, we are seeing sporadic change on climate. On climate അല്ല, in climate. Climate change. In climate കാലാവസ്ഥയിൽ വ്യതിയാനം. കാലാവസ്ഥയിൽ. On climate അല്ല, in climate. കേട്ടോ റിയാസെ. I have seen his wife sporadically accompany him. Okay. ഇടയ്ക്കിടയ്ക്ക് accompany him. Okay, great. അതിലേക്കാളും കുറച്ചുകൂടി ബെറ്റർ യൂസേജ് സ്പൊറാഡിക്കലി അവിടെ അക്കമ്പനിയുടെ മുമ്പിലല്ല കൊടുക്കേണ്ട അലീഷ. ഗ്രേറ്റ് തെറ്റായ യൂസേജ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിലേക്ക് ഇങ്ങനെ പറയാം. അപ്പൊ എഴുതുമെന്ന് വരുമെന്ന് അറിയാം നമ്മൾ അലീഷ ഇപ്പോൾ ഒരാളോട് പറയാം, ഞാൻ അയാളുടെ വൈഫിനെ ഇടയ്ക്ക് കാണാറുണ്ട്, അയാൾ അക്കമ്പനി ചെയ്യുന്ന കാണാറുണ്ട്. അത് പറയുമ്പോൾ ഒക്കെയാണ്. എഴുതുമ്പോൾ എങ്ങനെ പറയുന്നത് അറിയോ? ഐ ഹാവ് സീൻ ഹിസ് വൈഫ് അക്കമ്പനി ഹിം സ്പൊറാഡിക്കലി. സ്പൊറാഡിക്കലി ലാസ്റ്റ് കൊടുക്കണ്ടേ. ബിക്കോസ് ഇറ്റ്സ് ആൻ അഡ്വേർബ് ഓഫ് ഇത് ഇവിടെ വന്നിരിക്കുമ്പോൾ അവിടെ ഒരു അഡ്വേർബ് ഓഫ് ടൈമിലാണ് വരുന്നത്. അതുകൊണ്ട് കേട്ടോ ലാസ്റ്റ് അല്ലെങ്കിൽ സെൻറ്റൻസ് തുടക്കത്തിൽ കൊടുക്കാം. സ്പൊറാഡിക്കലി ഐ ഹാവ് സീൻ ഹിസ് വൈഫ് അക്കമ്പനി ഹിം എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ കൊടുക്കാം ഐ ഹാവ് സീൻ ഹിസ് വൈഫ് accompany him sporadically. Okay, അതാണ് കുറച്ചുകൂടി ബെറ്റർ യൂസേജ് ആൻഡ് യൂസ് ഇറ്റ്. കേട്ടോ, കോവിഡ് നൗഡേയ്സ് റിപ്പോർട്ടഡ് സ്പൊറാഡിക്കലി. അയ്യോ, കോവിഡ് നൗഡേയ്സ് റിപ്പോർട്ടഡ് എന്ന് പറയുമ്പോൾ തന്നെ മാറിപ്പോയി. അവിടുത്തെ ഗ്രാമർ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല തിരിച്ചു വെച്ചു സച്ചേ. നൗഡേയ്സ് കോവിഡ് ഈസ് റിപ്പോർട്ടഡ്. വെറും റിപ്പോർട്ടഡ് ആണോ? അത് തെറ്റില്ലേ? പാസിവൈസേഷൻ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്, അല്ലെങ്കിൽ എന്താ ജേർണലിസ്റ്റ് റിപ്പോർട്ട് കോവിഡ് എന്ന് പറഞ്ഞ് കൊടുക്കണം. ഇപ്പൊ ഇത് പാസിവൈസേഷൻ ആണ് നീ കൊടുത്തേക്കുന്നത്. നമ്മുടെ ബി ഫോർമുലേഷൻ കൊടുത്തൂല്ല. അപ്പൊ എന്നാ കൊടുക്കണം അറിയാം? നൗഡേയ്സ് COVID is reported sporadically in our country എന്ന് കൊടുക്കാം. ഓക്കെ ആണേ? SH ശ്രദ്ധിക്കണേ. All right. അടുത്തത് sporadic nature of some elephants make them sporadic nature of some elephants. Elephants അല്ല സബ്ജക്റ്റ് ഇവിടെ, നേച്ചർ ആണ് സബ്ജക്റ്റ്. ഇവർ പറയില്ല അവരുടെ ആ ഒരു രീതി, നേച്ചർ രീതി, സ്പൊറാഡിക് നേച്ചർ, അൺപ്രഡിക്റ്റബിൾ നേച്ചർ ഓഫ് സം എലഫൻസ് അല്ലേ. അപ്പൊ ശ്യാം ഇവിടെ കൊടുത്തേക്കുന്ന നേച്ചർ എന്നാണ് സബ്ജക്ട്. അപ്പൊ വെർബ് കൊടുക്കുമ്പോൾ സിംഗുലർ തന്നെ കൊടുക്കുക. നേച്ചർ സിംഗുലർ, സോ വെർബ് ഇസ് സിംഗുലർ, മേക്സ് ദം ഹാർഡ് ടു കൺട്രോൾ. കേട്ടോ, സ്പൊറാഡിക് നേച്ചർ ഓഫ് സം എലഫൻസ് മേക്സ് ദം ഹാർഡ് ടു കൺട്രോൾ. ഓക്കെ. Cholera is a sporadic disease that spread mainly through water. Great. The euphoric way of teaching helps kids to catch things easily. Okay. His sporadic behavior of telling truth often made him unique. All right. Yeah. His sporadic mood swings ignited fear on him with his friends and families. All right. Great. The sporadic entry of my father encouraged me in the competition. Unexpected entry, അല്ലേ? That's great. സെന്റൻസിലെ സബ്ജക്ട് കണ്ടെത്താൻ പാടാണ്. അയ്യോ, അങ്ങനെ വിചാരിക്കല്ലേ. അത് കണ്ടെത്താൻ പാട് വരുന്നോണ്ടാണ് എനിക്ക് എന്ത് റെഫർ ചെയ്യാൻ പറഞ്ഞ ശ്യാമേ? കോൺകോഡ് ഒന്ന് പോയി. എത്ര വലിയ സെന്റൻസുകളിലും സബ്ജക്ട് കണ്ടെത്താൻ എളുപ്പമാണ്. എന്നറിയോ? നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന നൗൺ അവിടുത്തെ സബ്ജക്ട്. എപ്പോഴും ആദ്യം കൊടുത്തിരിക്കുന്ന നൗൺ അവിടെ സബ്ജക്ട്, വേറെ ഒന്നും കൊടുക്കണം. ഒരു നൗണ് 2-3 നൗൺ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഉറപ്പായിട്ട് ആദ്യം കൊടുത്തിരിക്കുന്ന നൗൺ അല്ലേ അവിടുത്തെ സബ്ജക്ട്. അത്രേ ഉള്ളൂ. അങ്ങനെ നോക്കി പഠിക്കാം കേട്ടോ. കണ്ടെത്താൻ ഒരു പാടുമില്ല, നമ്മളൊന്ന് ശ്രദ്ധ കൊടുത്താൽ മതി. ഓക്കെ. സ്പൊറാഡിക് റെയിൻഫോൾ അഫക്റ്റ് അല്ല നീതു. സ്പൊറാഡിക് റെയിൻഫോൾ സിംഗുലർ അല്ലേ, അപ്പൊ അഫക്ട്സ് അല്ലേ വേണ്ടേ, വെർബ് സിംഗുലർ കൊടുക്കണ്ടേ. സ്പൊറാഡിക് റെയിൻഫോൾ ആണ് ആദ്യത്തെ നൗൺ, അതാണ് അവിടുത്തെ സബ്ജക്ട്. അപ്പൊ എന്നാ കൊടുക്കണം? ദ സ്പൊറാഡിക് റെയിൻഫോൾ അഫക്ട്സ് ഫ്ലഡി ഏരിയാസ്. ഓക്കെ. പ്രഗ്നന്താസ് വിക്ടറി ഓൺ വേൾഡ് ചാമ്പ്യൻഷിപ്പ് അല്ല, വേൾഡ് ചാമ്പ്യൻഷിപ്പ്. കേട്ടോ ബബിത, വേൾഡ് ചാമ്പ്യൻഷിപ്പ് gave euphoria among Indians. Yes. Sporadic rain causes disconnection of the electricity. Yes. The sporadic winds indicate some upcoming potential disasters. All right. Sporadic preparation will not give better result. അതെ, വല്ലപ്പോഴൊക്കെ പ്രിപ്പയർ ചെയ്ത് കാര്യമില്ല, റെക്കറന്റ് പ്രിപ്പറേഷൻ വേണം. The sporadic climate change have രശ്മി, the sporadic climate change singular ആ. ക്ലൈമറ്റ് ചേഞ്ചസ് ആണെങ്കിൽ ഹാവ് കൊടുക്കായിരുന്നു. ക്ലൈമറ്റ് ചേഞ്ച് സിംഗുലർ അല്ലേ, അപ്പൊ സിംഗുലർ വേർബ് കൊടുത്തേ. ദ സ്പൊറാഡിക് ക്ലൈമറ്റ് ചേഞ്ച് ഹാസ് അഫക്റ്റഡ് ദ ഫാമേഴ്സ് വേഴ്സ്ലി. കേട്ടോ, ദ സ്പൊറാഡിക് ക്ലൈമറ്റ് ചേഞ്ച് ഹാസ് അഫക്റ്റഡ് ദ ഫാമേഴ്സ് വേഴ്സ്ലി. ഓക്കെ, ക്ലിയർ ഐ ഗെസ്. അടുത്തോട്ട് പോവാം. ആൻഡ് ദ നെക്സ്റ്റ് വേർഡ് ഇസ് whittle down. ഇതൊരു ഫ്രേസൽ വേർബ് ആണ്. നോക്കി, ഞാൻ അവിടെ പി വി ഇട്ടേക്കുന്നുണ്ടോ? പി വി ഫ്രേസൽ വേർബ് കേട്ടോ. പി വി ഇട്ടേക്കുന്ന ഫ്രേസൽ വേർബാ. ഫ്രേസൽ വേർബിന്റെ പ്രത്യേകത എന്താ വെച്ചാ, ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു, ഫ്രേസൽ വേർബിന്റെ പ്രത്യേകിച്ച അതൊരു വെർബിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കുന്നു എന്ന് മാത്രവും.
ഒരു ഫ്രേസൽ വേർബ് ഇസ് നമ്മൾ ഓൾറെഡി ചാപ്റ്റർ ഫ്രേസൽ വേർബ് പഠിക്കും. കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫ്രേസൽ വേർബ്സ് ഒക്കെ. ഫ്രേസൽ വേർബ് ഒരു കടലോളം ഉണ്ട്. അപ്പോൾ ഒരെണ്ണം ഏതാ ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്കിങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്തായാലും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരും. അപ്പോൾ ഈ ഫ്രേസൽ വേർബിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ബേസ് ആയിട്ടുള്ള ഒരു നൗൺ ഉണ്ടാവും, ഒരു വെർബ് ഉണ്ടാവും. നൗൺ അങ്ങ് വായിച്ചുള്ള വെർബ് ഉണ്ടാവും. ഒരു വെർബ് ഉണ്ടാവും, അതിൻ്റെ കൂടെ ഒരു അഡ്വേർബോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ പ്രിപ്പോസിഷനോ ഒരു അഡ്വേർബും പ്രിപ്പോസിഷനും ഒരുമിച്ചോ വരാം കേട്ടോ. എക്സാമ്പിൾ പറയാം, ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ പറയാം. ഫ്രേസൽ വേർബിന്റെ ഡീറ്റെയിൽ പറഞ്ഞുതരാം. ഫ്രേസൽ വേർബ് എങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ. ഒരു ഫ്രേസൽ വേർബ് ഈക്വൽ ടു verb plus adverb plus preposition. അല്ലെങ്കിൽ വെറും അഡ്വേർബ് മാത്രമായാലും കുഴപ്പമില്ല, വെറും പ്രിപ്പോസിഷൻ ആയാലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെയാണ് ഒരു ഫ്രേസ് വേർബിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പരിപാടി. ഇനി ലൈക്ക് നമ്മൾ പറയാം, നമ്മൾ ഒരുപാട് കേട്ട് പരിചയമുള്ള കുറച്ച് ഫ്രേസ് വേർബുകൾ പരിചയപ്പെടുത്താം. പുട്ട് ഔട്ട്, ഓക്കെ. ഇനി ബ്രേക്ക് ഇൻ, ഗ്യാപ്പ് ഇടുന്നുണ്ട്, എല്ലായിടത്തും ഗ്യാപ്പ് ഉണ്ട്, മറക്കരുത്. പിന്നെ കോപ്പ് അപ്പ് വിത്ത് എന്നെല്ലാവരും പറയില്ലേ, കോപ്പ് അപ്പ് വിത്ത് ഇല്ല, കോപ്പ് വിത്ത്, ഓക്കെ. പുട്ടപ്പ് വിത്ത് ഉണ്ട്. പുട്ടപ്പ് വിത്ത്, ഐ കനോട്ട് പുട്ടപ്പ് വിത്ത് ദിസ് ബിഹേവിയർ. ഇവിടെ കണ്ടോ, പുട്ട് കഴിഞ്ഞിട്ട് കൊടുത്തേക്കുന്ന ഔട്ട് എന്താണ്, പ്രിപ്പോസിഷൻ ആണ്. ബ്രേക്കിന്റെ കൊടുത്തേക്കുന്നോ അഡ്വേർബ് ആണ്. കോപ്പ് വിത്തിലോ പ്രിപ്പോസിഷൻ ആണ്. പുട്ടപ്പ് വിത്തിലോ പുട്ട് വെർബ്, അപ്പ് അഡ്വേർബ് വിത്ത് പ്രിപ്പോസിഷൻ. അങ്ങനെ കേട്ടോ, അങ്ങനെയാണ് ഇതിന്റെ ഒരു പോക്ക്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നത് മാത്രമല്ല, ഫ്രേസ് വേർബിനെ പറ്റി ഒരു ഐഡിയ തരാൻ വേണ്ടി മാത്രം. ഇനി നമുക്ക് വീറ്റിൽ ഡൗണിലോട്ട് വരാം. വീറ്റിൽ എന്താ, ഇൻക്രീസ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക, എൻലാർജ് ചെയ്യുക, അല്ലെങ്കിൽ സിംഗിൾ ഔട്ട് ചെയ്യുക, ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുക, അതിന് മാത്രം. ഓക്കെ, സെലക്ട് ചെയ്യുക, ചൂസ് ചെയ്യുക, പ്രിഫർ ചെയ്യുക എന്നൊക്കെ വീറ്റിൽ ഡൗണിന്റെ എന്തായിട്ട് പറയാം, ആന്റണിം ആയിട്ട് പറയാം. സോ ലിസ്റ്റ് ഓഫ് 5 വാസ് വീറ്റിൽ ഡൗൺ. ദ ലിസ്റ്റ് ഓഫ് 5 നോക്കിയേ. ശ്യാം എന്നോട് ചോദിച്ചില്ലേ സബ്ജക്ട് കണ്ടുപിടിക്കാൻ പാടാ, നീ എന്നോട് പറഞ്ഞില്ലേ ശ്യാമേ, ഇവിടെ പിടിച്ചോ. ദ ലിസ്റ്റ് ഓഫ് മഴക്കാറുള്ളതുകൊണ്ട് വല്ല നെറ്റിന്റെ പ്രശ്നം എന്നായിരിക്കും കേട്ടോ. എൻ്റെ ഒരു വിചാരത്തിൽ ഞാൻ ചേച്ചി പറഞ്ഞല്ലോ അല്ലേ, ഇനിയിപ്പോൾ ധൈര്യമായിട്ട് പറയാലോ. ഞാൻ പറഞ്ഞൊക്കെ കേട്ടോ എന്ന് എനിക്കറിയില്ല, എന്നാൽ ഞാൻ ഒരിക്കൽ കൂടി പറയാം. വിറ്റിൽ ഡൗൺ. അപ്പോൾ വിറ്റിൽ ഡൗൺ ഒരു ഫ്രേസൽ വേർബാണ്. ഫ്രേസൽ വേർബുകളുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു. അതിൽ പുട്ടപ്പ് വിത്തിൽ അവസാനം ഞാൻ നിർത്തിയെന്ന് എനിക്ക് തോന്നുന്നു. പുട്ടപ്പ് വിത്ത് സമയത്ത് പുട്ടൊരു വേർബ്, അപ്പ് അഡ്വേർബ് വിത്ത് പ്രിപ്പോസിഷൻ, അവിടെ ഞാൻ പറഞ്ഞു നിർത്തിയത്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. വിറ്റിൽ ഡൗണിലോട്ട് തിരിച്ചു വരാണ്. അത് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രം തന്നുള്ളൂ കേട്ടോ ഫ്രേസൽ വേർബിനെ പറ്റി. അപ്പം വിറ്റിൽ ഡൗൺ എന്ന് പറയുന്ന ഫ്രേസൽ വേർബിന്റെ അർത്ഥം ഇല്ലാണ്ടാവുക, അല്ലെ ഡാമേജ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പറയല്ലേ വേറെ വേ എന്ന് പറയും, അല്ലെങ്കിൽ ഈറ്റ് അവേ, നമ്മളങ്ങ് തീർന്നു പോവാന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു സാധനത്തിനാണ് പറയാം. ഇറോടി നശിച്ചു പോവുക, അതൊക്കെ അത് ഡാമേജ് ചെയ്യുന്നൊക്കെ പറയും. അതേപോലെ വിറ്റിൽ ഡൗൺ വേറെ അർത്ഥം കൂടെ ഉണ്ട്, വെട്ടിച്ചുരുക്കുക, അതാണ് കട്ട് ഡൗൺ ചെയ്യുക, അല്ലെങ്കിൽ കട്ടെയിൽ ചെയ്യുക, ഡിക്രീസ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക എന്നൊക്കെ അതുപോലെ ലിമിറ്റ് ചെയ്യുക പറയാം. അപ്പോൾ അതിന്റെ ആന്റണിംസ് ആണ് ഇൻക്രീസ്, എക്സ്പാൻഡ്, എൻലാർജ്, സിംഗിൾ ഔട്ട്, സെലക്ട്, ചൂസ്, പ്രിഫർ എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ ദ ലിസ്റ്റ് ഓഫ് 5 was whittled down to 2. ഞാൻ പറഞ്ഞു വന്ന ഇതിലോട്ട് വരാം. ദ ലിസ്റ്റ് ഓഫ് 5 was whittled down to 2. അപ്പോ ശ്യാം എന്നോട് പറഞ്ഞില്ലായിരുന്നു നേരത്തെ കണ്ടുപിടിക്കാൻ പാടാണ്, സബ്ജക്റ്റിനെ കണ്ടുപിടിക്കാൻ പാടാണെന്ന് പറഞ്ഞില്ലേ. അതൊന്നും പറഞ്ഞു തരാൻ വേണ്ടിയായിരുന്നു ഞാൻ ഇവിടെ വന്നത്. ആ സമയത്താണ് നെറ്റ് ഇട്ട് എന്നെ ചതിച്ചു എന്ന് ഞാൻ അറിഞ്ഞത് കേട്ടോ. അപ്പൊ നമുക്ക് അതിലോട്ട് പോവാം. അപ്പോൾ ഒന്ന് പറയാമോ, ദ ലിസ്റ്റ് ഓഫ് 5 was cut down to, അല്ല whittled down to 2 എന്ന് പറയുമ്പോൾ ശ്യാം ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാന്ന് പറയാമോ?
ശ്യാം മാത്രമല്ല എല്ലാവർക്കും പറയാം. ശ്യാമിനോട് ഞാൻ ചോദിക്കും, കാരണം ശ്യാമിനോട് കുറച്ച് പറഞ്ഞ ഒരു കൺസേൺ കാരണമാണ്. ദ ലിസ്റ്റ് ഓഫ് 5 was whittled down to 2. അവിടെ സബ്ജക്റ്റ് ഏതാ? ഓക്കെ, അപ്പോൾ കിട്ടിയല്ലോ. ലിസ്റ്റ് ആണ് സബ്ജക്റ്റ്. ഇവിടെ 5ഉം അതുപോലെ ലിസ്റ്റും രണ്ടും നൗൺ ഉണ്ട്. അപ്പൊ 5നെ സബ്ജക്റ്റ് ആക്കി എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാൽ എന്ത് കിട്ടൂല? വോസ് കിട്ടൂല അല്ലേ? സബ്ജക്റ്റ് ഇവിടെ ലിസ്റ്റാ. ലിസ്റ്റ് സിംഗുലറാ, 5 പ്ലൂറലുവാ അല്ലേ? അപ്പൊ 5 പ്ലൂറൽ സാധനമാണ്. അപ്പം ആലോചിച്ച് നോക്കുക, ലിസ്റ്റ് ഓഫ് 5, 5 പേരുടെ ഒരു ലിസ്റ്റ്, 5 ആൾക്കാരുടെ ലിസ്റ്റ്, 5 അംഗങ്ങളുടെ ലിസ്റ്റ്. അതാണ് ലിസ്റ്റ് ഓഫ് 5 മെമ്പേഴ്സ്, ലിസ്റ്റ് ഓഫ് 5 ബ്രദേഴ്സ്, ലിസ്റ്റ് ഓഫ് 5 സ്റ്റുഡൻസ്, ലിസ്റ്റ് ഓഫ് 5 എന്ന് പറഞ്ഞ 5 നമ്പറാണ്, ന്യൂമറൽ ആണ്. അപ്പോൾ നൗൺ ആണത്. അപ്പോൾ നമുക്കറിയാം സബ്ജക്റ്റ് അനുസരിച്ച് വേർബ് എന്ത് കൊടുക്കണം? സിംഗുലർ വേർബ് കൊടുക്കണം. സോ ലുക്ക് അറ്റ് ദാറ്റ്. സബ്ജക്റ്റ് അനുസരിച്ച് വെർബ് സിംഗുലർ വെർബ് കൊടുത്തു. ക്ലിയർ അല്ലേ? was whittled down, പാസിവൈസേഷൻ. The list of 5 was whittled down to 2. അതായത് ഇതിന് ആക്റ്റീവ് ആയിട്ട് കൊടുത്താൽ എന്ത് കൊടുക്കും? they or somebody അല്ലെ, they അല്ലെങ്കിൽ somebody, ആരിലും ആയിക്കോട്ടെ, അവര് whittled down, they whittled down they whittled down the list to list of 5 to 2. They whittled down the list of 5 to 2. അവർ എന്ത് വിറ്റിൽ ഡൗൺ ചെയ്തു? ലിസ്റ്റ് ഓഫ് 5നെ 2 അവർ വെട്ടിച്ചുരുക്കി എന്ന് പറയും. അതാണ് ആക്റ്റീവ് വോയിസിൽ വരിക. അതാണ് ഇപ്പൊ പാസീവ് വോയിസിൽ ഉപയോഗിക്കുന്ന സാധനം. ക്ലിയർ ആയല്ലോ? ഇപ്പൊ വിറ്റിൽ ഡൗൺ ചെയ്തൊരു ഫ്രേസൽ വെർബാണ്. അതിന് സിനോണിംസും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു, ആനോണിംസും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തോട്ട് പോകും. അപ്പോൾ അടുത്ത വാക്ക് ഇസ് ഇംപെയർ. ഓക്കെ, അടുത്ത വാക്ക് ഇംപെയർ. വിറ്റിൽ ഡൗൺ വെച്ച് സെന്റൻസ് ഫ്രെയിം ചെയ്യാട്ടോ. നിങ്ങൾക്ക് സെന്റൻസ് ഫ്രെയിം ചെയ്യാം. ഒന്ന് ഇറോഡ് ചെയ്യുക എന്നുള്ള മീനിങ് വരുമ്പോഴും അതുപോലെ തന്നെ വെട്ടിച്ചുരുക്കുക അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുക എന്നുള്ള മീനിങ് വന്നിട്ട് നിങ്ങൾക്ക് വെക്കാം. അത് നിങ്ങളുടെ ഒരു ഇതാ. ലിസ്റ്റ് ഓഫ് 5 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ സബ്ജക്റ്റ് കണ്ടുപിടിക്കുക? ലിസ്റ്റ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ് കേട്ടോ. ഇവിടെ ലിസ്റ്റ് തന്നെയാണ് സബ്ജക്റ്റ് കേട്ടോ. ഇവിടെ ലിസ്റ്റ് ഓഫ് 5 എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ലിസ്റ്റ് ഓഫ് 5 ആകുമ്പോൾ നിങ്ങൾ സബ്ജക്റ്റ് അനുസരിച്ചുള്ള ഇത് വരണം. ലിസ്റ്റ് സബ്ജക്റ്റ് ഓഫ് 5 പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. ആ സബ്ജക്റ്റിന് പ്രിപ്പോസിഷണൽ ഫ്രേസ്. അപ്പൊ അതിന് ലിസ്റ്റ് ഓഫ് 5 എന്നുള്ള സബ്ജക്റ്റ് മൊത്തത്തിൽ കൊടുക്കില്ല. സബ്ജക്ട് കോംപ്ലിമെന്റ് പെടുന്ന സാധനമാണ് ഓഫ് 5. ആ കോംപ്ലിമെന്റ് നിങ്ങൾ കൂട്ടണ്ട. കോംപ്ലിമെന്റ് ഇല്ലാതെ സബ്ജക്റ്റ് മാത്രം പറയാനാണ് ഞാൻ പറഞ്ഞത്. കെയർഫുൾ ഡ്രൈവ് വിൽ വിറ്റിൽ ഡൗൺ ആക്സിഡന്റ് റേറ്റ്. ബബിത ഗ്രേറ്റ്. കെയർഫുൾ ഡ്രൈവും പറയാം, കെയർഫുൾ ഡ്രൈവിംഗും പറയാം. രണ്ടും കറക്റ്റാണ്. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. ആൻഡ് സെന്റൻസിലോട്ട് പോരും കേട്ടോ. നിങ്ങൾ സെന്റൻസിലോട്ട് പോരും. അപ്പോഴേക്കും ഞാൻ അടുത്ത വേർഡ് കൊണ്ടുപോവാണ്. അടുത്ത വേർഡ് ഇസ് ഇംപെയർ. ഇംപെയർ ചെയ്യുക. എന്താ ഇംപെയർ ചെയ്യുക മീൻസ്? ഇംപെയർ ചെയ്യുക ശരിക്കും പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു വാക്ക് കേട്ടിട്ടുണ്ട്. റിപ്പയർ. റിപ്പയറിന്റെ ആന്റണിമാണ് ഇംപെയർ. റിപ്പയർ ചെയ്യാൻ നല്ല കാര്യമല്ലേ? ഒരു കാര്യത്തിനെ മെൻഡ് ചെയ്യുക, റിപ്പയർ ചെയ്യുക, നന്നാക്കുക അല്ലെ? ഒരു കാര്യത്തിന് നന്നാക്കി എടുക്കുക അല്ലെ? കാർ റിപ്പയർ ചെയ്യാണ്, വാച്ച് റിപ്പയർ ചെയ്യാണ്, ലാപ്ടോപ്പ് റിപ്പയർ ചെയ്യാണ്. റിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നന്നാക്കി എടുക്കുക ചെയ്യുന്നത്. സോ ഇംപെയർ ചെയ്യാന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ നശിപ്പിക്കുക. ഇംപെയറിന്റെ ഓപ്പോസിറ്റ് റിപ്പയർ ആണെന്ന് ഞാൻ പറഞ്ഞു. റിപ്പയറിന്റെ ഓപ്പോസിറ്റ് ഇംപെയർ ആണ്. റിപ്പയർ നല്ല വാക്ക്, പോസിറ്റീവ് വേർഡ്, ആൻഡ് ഇംപെയർ ഓഫ് കോഴ്സ് നെഗറ്റീവ് വാക്ക് അല്ലെ? ഇംപെയർ ഇസ് നെഗറ്റീവ്, ഡാമേജ്, നശിപ്പിക്കുക അല്ലെ? ഹാം ചെയ്യുക നെഗറ്റീവ് വാക്കാണ്, മറക്കണ്ട കേട്ടോ. ഇറ്റ്സ് എ നെഗറ്റീവ് വേർഡ്. നെഗറ്റീവ്. ഇംപെയർ മീൻസ് ഡാമേജ്, ഹാം, ഡിമിനിഷ്, മാറിയ കേട്ടോ. മാറുന്നതിന്റെ V2 മാർഡ് ആണ്, MARRED ആണ്. വീക്കൻ, ക്രിപ്പിൾ, ഹേർട്ട്, കോംപ്രമൈസ്. കോംപ്രമൈസ് മറ്റേ കോംപ്രമൈസ് അല്ല. കോംപ്രമൈസ് ഈവന്റ് അല്ല, കോംപ്രമൈസ് ഇല്ല. നമുക്കൊരു കോംപ്രമൈസ് നടത്താം. ആ കോംപ്രമൈസ് ഇല്ല, നമ്മളൊരു ക്വാളിറ്റിക്ക് കോംപ്രമൈസ് ചെയ്യില്ല. ചില ബിസിനസ്മാൻ കാണിക്കുന്ന പരിപാടി ഉണ്ട്. ഒരു കുഴപ്പമില്ല, നമുക്ക് ക്വാളിറ്റിക്ക് കോംപ്രമൈസ് ചെയ്യാം. ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? നിങ്ങളുടെ പ്രോഡക്റ്റ് മോശമാവുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. അങ്ങനെ വരുമ്പോൾ എന്ത് വരും? ഇൻ ടേൺ യുവർ ബിസിനസ് വിൽ ഇറോഡ്, വിറ്റിൽ ഡൗൺ അല്ലേ? അങ്ങനെയാണ് പ്രശ്നം. അതാണ് കോംപ്രമൈസ് എന്ന് പറയുന്നത്. രണ്ടർത്ഥമുണ്ട് കോംപ്രമൈസ്. ഇവിടുത്തെ കോംപ്രമൈസ് നെഗറ്റീവ് കോംപ്രമൈസ്. ഇറോഡ് ചെയ്യുക കണ്ടോ? വിറ്റിൽ ഡൗൺ എന്ന മീനിങ് അല്ലേ? അതാണ് ഇംപെയർ വരുന്നത്. സോ ആന്റണിം എന്താ? ഇംപ്രൂവ്, റിപ്പയർ, എൻഹാൻസ്, ഹെൽപ്പ്, റീകൺസ്ട്രക്ട്, ഫിക്സ്, റീബിൽഡ്, പാച്ച്. ഇതൊക്കെ അല്ലെ? കുറച്ച് പാച്ച് വർക്ക് ചെയ്യാനുണ്ട് അല്ലെ? ഒന്ന് പാച്ച് ചെയ്യാനുണ്ട്. ഈ വീടൊന്ന് പാച്ച് ചെയ്യാനുണ്ടെന്നേ, അല്ലെങ്കിൽ ഈ വീടൊന്ന് റെനോവേറ്റ് ചെയ്യാനുണ്ടെന്നേ, ഒന്ന് റീബിൽഡ് ചെയ്യാനുണ്ടെന്നേ, റീകൺസ്ട്രക്ട് ചെയ്യാനുണ്ട്, ഒന്ന് ഫിക്സ് ചെയ്യാനുണ്ട് അല്ലെ? ഇതിന്റെ ഫ്രണ്ടിലെ ഭാഗമൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ എന്താ ഇതിന്റെ കിച്ചൺ ഏരിയ ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്യാനുണ്ട് എന്നൊക്കെ പറയില്ലേ? അതാണ്
ഈ പറയുന്ന പോലെയുള്ള ആന്റണിം ഓഫ് ഇമ്പയർ കേട്ടോ. ഇമ്പയറിന്റെ റിപ്പയർ ചെയ്യാണ് ആന്റണിം, ഇമ്പയർ ഡാമേജ് ചെയ്യാൻ, നശിപ്പിക്കാം. സോ എക്സാമ്പിൾ സെന്റൻസ് നോക്കാം. A noisy job would permanently impair their hearing. അല്ലെ, ഭയങ്കര ഒച്ചമകളുള്ള ഒരു ജോബ് കയറി നിങ്ങൾ പെട്ടെന്ന് പറ്റും, ചെവിയുടെ കാര്യത്തിൽ തീരുമാനം, it would impair, it would diminish your hearing, എന്താ പറയാ, or cripple or weaken, damage എന്നൊക്കെ പറയും. അതാണ് കേട്ടോ ഇമ്പയർ എന്ന വാക്കിനർത്ഥം. അപ്പൊ അത് ക്ലാരിറ്റി കിട്ടിയ ഒരു വേർഡ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ കോമൺ വേർഡ് ആണ്, എഡിറ്റോറിയൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള വാക്കാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സെന്റൻസസ് ഇങ്ങനെ കൊണ്ടുവരാം. വിൽ ഡിസ്കസ് ആൻഡ് വിൽ റീഡ്. ഓക്കെ, നോക്കട്ടെ എവിടെ വരെ എത്തി നമ്മള്. Okay, the prosperous company whittled down as the years passed. Great. Iron rod whittled down when put in sulfuric acid. All right. The nuclear attack whittled down the whole city. Great. Memories of soldiers died in borders are getting, memories of soldiers died in borders are getting whittled down. Getting whittled, get whittled down ആണ്. ഗെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂടെ V3 കൊടുക്കണം, അങ്ങനെയാ. അതൊരു യൂസേജ്, ഒരു ഫ്രൈസ് ആണ്. ഗെറ്റ് കൊടുത്താൽ V3 കൊടുക്കാവുള്ളൂ കേട്ടോ. എന്ന് പറഞ്ഞില്ലേ, ആർ ഗെറ്റിംഗ് വിറ്റിൽഡ് ഡൗൺ, ആർ ഗെറ്റിംഗ് വിറ്റിൽഡ് ഡൗൺ, വിറ്റിൽഡ് കേട്ടോ, നല്ല സെറ്റ് ആവും. ദ സ്ട്രെങ്ത് ഓഫ് കോൺഗ്രസ് വിറ്റിൽ ഡൗൺ ഇൻ എ ഡെക്കേഡ്. എടാ SHA നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫ്രേസൽ വെർബ് അല്ലേ, ഗ്യാപ്പ് ഇട്ട് എഴുതൂ. ദ സ്ട്രെങ്ത് ഓഫ് കോൺഗ്രസ് വിറ്റിൽഡ് ഡൗൺ അല്ലെങ്കിൽ വിറ്റിൽസ് ഡൗൺ ഇൻ എ ഡെക്കേഡ്. The strength of Congress whittles down. Whittles എന്ന് പറയുമ്പോൾ സ്ട്രെങ്ത് ആണ് സബ്ജക്ട്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, സ്ട്രെങ്ത് അവിടുത്തെ സബ്ജക്ട്. അപ്പൊ അതിൻ്റെ കൂടെ വിറ്റിൽസ് എന്ന് സിംഗുലർ കൊടുക്കുക, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ആയിട്ട് വിറ്റിൽഡ് ഡൗൺ, ഗ്യാപ്പ് ഇടാൻ മറക്കണ്ട. ഫ്രേസൽ വെർബ് ഗ്യാപ്പ് ഇട്ട് എഴുതണം. ഇറ്റ്സ് നോട്ട് എ നൗൺ. വിറ്റിൽ ഡൗൺ ഒരു ഫ്രേസൽ വെർബാ, വ്യത്യാസം കേട്ടോ. The playhouse is whittled down by the children. The playhouse is whittled down by the children. By the children എന്താണത്? പാസീവ് വോയിസ്. പാസീവ് വോയിസ് ആകുമ്പോൾ ബി ഫോർമുലേഷൻ ഈസ് അവിടെ കൊടുത്തു. പെർഫെക്റ്റ്. ബി പ്ലസ് V3 ഫോം. പാസീവ് വോയിസും പഠിച്ചിട്ടില്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ, പക്ഷെ നമ്മൾ ഇത് പഠിച്ചായിരുന്നു, പ്രൈമറി ഓക്സിലറീസ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു മോഡൽ ഓക്സിലറി പഠിക്കുമ്പോൾ പ്രൈമറി ഓക്സിലറിയും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് വിടണേന്ന്. ദ പ്ലേ ഹൗസ് ഈസ് ബി ഫോർമുലേഷൻ വന്നു, അതുകൊണ്ട് V3 കൊടുക്കണം. വിറ്റിൽ ഡൗൺ ബൈ ദ ചിൽഡ്രൻ കൊടുക്കണം. SHA ശ്രദ്ധിക്കണേ. ദ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വാസ് the number of questions, number ആണ് നിർബന്ധം. Okay, the number of questions was whittled down to 5 from 10. Yes, Alisha. The accident impaired his vision. All right. The anti-democratic policies of the incumbent government caused its majority to whittle down in the recent election. Great. His struggle could never impair his dreams. Great. The number of the participants are whittled down through ആർ വിറ്റിൽ ഡൗൺ അല്ല, അവിടെ ഒരു പ്രശ്നമാണ്. നീതു ദ നമ്പർ എന്ന് പറഞ്ഞു, ദ നമ്പർ ഓഫ് എന്ന് പറഞ്ഞാലും എ നമ്പർ ഓഫ് എന്ന് പറഞ്ഞാലും വ്യത്യാസമുണ്ട്. ദ നമ്പർ ഓഫ് എന്ന് പറയുമ്പോൾ അവിടെ പ്ലൂറൽ കൊടുക്കില്ല. ദേ ശ്രദ്ധിച്ചോണേ, പറഞ്ഞുതരാം. വ്യത്യാസം കത്തിയോ? The number of people, the number of people ആറ് പറയില്ല, അതിന് വരുന്ന the number of people is ഇത്രയും. നമ്മൾ ആ നമ്പർ, ആ സംഖ്യയാണ് പറയുന്നത്. The number of people എന്ന് പറയുമ്പോൾ ആ സംഖ്യയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സിംഗുലർ ആണ്, ബിക്കോസ് ഇറ്റ് സിംഗുലർ. ഇതൊരു ആ നമ്പർ എന്ന് പറയുന്ന കാര്യത്തെ പറയും. ആ നമ്പർ ഓഫ് പീപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ, a lot of people എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ എന്ന് പറയില്ലേ. ഇവിടെ അതൊരു ഡിറ്റർമിനർ ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെ അതിന് എന്തായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇതിനെ നമ്മളൊരു ഡിറ്റർമിനർ ആയിട്ട്, ഇതിനെ കംപ്ലീറ്റ് ഒരു ഡിറ്റർമിനർ ആയിട്ട് ഉപയോഗിക്കുകയാണ്. ഡിറ്റർമിനർ ആയിട്ട്. അപ്പൊ ഇത് ഡിറ്റർമിനർ ആയിട്ട് ഉപയോഗിക്കപ്പെടുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ്, ഇവിടുത്തെ നൗൺ എന്തായി മാറുന്നു? ഈ പ്ലൂറൽ നൗൺ ആയിരിക്കും ഇവിടുത്തെ നൗൺ കേട്ടോ. മറ്റേടത്ത് ഈ നമ്പർ ആണ് ഇവിടുത്തെ നൗൺ, സബ്ജക്റ്റ്. ഇവിടെ എന്താ, ഈ പ്ലൂറൽ നൗൺ ആയിരിക്കും ഇവിടുത്തെ സബ്ജക്റ്റ്.
ഓക്കെ, രണ്ടും കഴിഞ്ഞിട്ട് ശേഷം പ്ലൂറൽ നൗൺ ഉപയോഗിക്കാവുള്ളൂ, അത് വേറെ കാര്യം. രണ്ടും പ്ലൂറൽ നൗൺ ആയിട്ട് ഉപയോഗിക്കേണ്ടത് അതിന് ശേഷം. ആൻഡ് അതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് ഇവിടെ പ്ലൂറൽ നൗൺ അല്ലേ വരുന്നത്, അതുകൊണ്ട് വെർബ് പ്ലൂറൽ നൗൺ വരുന്നു, പ്ലൂറൽ വെർബ് വരുന്നു. ക്ലിയർ അല്ലേ? അതെങ്ങനെ വന്നത് മനസ്സിലായില്ലേ? ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. ദ നമ്പർ ഓഫ് എന്ന് പറയുമ്പോൾ അവിടെ സംഖ്യക്കാണ് നമ്മൾ, ആ സംഖ്യയാണ് നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുക, ഈ സംഖ്യ. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ദ നമ്പർ ഓഫ് പീപ്പിൾ കെയിം ടു ദി ഫംഗ്ഷൻ എന്നോ, അല്ലെങ്കിൽ ദ നമ്പർ ഓഫ് പീപ്പിൾ ഇസ് 20. ദ നമ്പർ ഓഫ് പീപ്പിൾ ഇസ് 20. ആൾക്കാരുടെ സംഖ്യ 20 ആണ് കേട്ടോ. ദ നമ്പർ ഓഫ് ഗസ്റ്റ് ഇസ് 20. ദ നമ്പർ ഓഫ് ഗസ്റ്റ് ഇസ് 1000. 1000 ആണ് കേട്ടോ ആൾക്കാരുടെ എണ്ണം. അപ്പൊ ഈസ് ആണ് അവിടെ കൊടുക്കുക. ഇനി ആ നമ്പർ ഓഫ് പീപ്പിൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന, അവിടെയും പ്ലൂറൽ ആണ് ഞാൻ പറഞ്ഞു, ഇവിടെ രണ്ടും പ്ലൂറൽ കൊടുക്കുന്നത്. പക്ഷേ ഇത് ഡിറ്റർമിനർ ആയിട്ട് മാറുവാണ്. ഈ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് എന്ന് പറയുന്നത് ഡിറ്റർമിനർ ആയിട്ട് മാറുവാണ്. അപ്പൊ സബ്ജക്റ്റ് ഈ പ്ലൂറൽ നൗൺ ആയിരിക്കും സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് വെർബ് എന്ത് കൊടുക്കണം? പ്ലൂറൽ വെർബ് ഓഫ് കോഴ്സ്. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ അല്ലേ? ഇതെവിടെ നമ്മൾ ഇവിടെ റെഫർ ചെയ്യാൻ പോകുന്നത്? സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് കോൺകോഡിൽ ഞാൻ കൃത്യമായിട്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് ഡീറ്റെയിൽ ആയിട്ട് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊന്നുകൂടെ ഓർമ്മപ്പെടുത്തുവാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവൈസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ ഓർക്കും, അതുകൊണ്ടാണ് ഞാൻ ഓർപ്പ് വരുന്നത്. അപ്പൊ നീതു ദ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ഈസ് വിറ്റിൽ ഡൗൺ. ആ നമ്പർ വിറ്റിൽ ഡൗൺ ചെയ്തു, ആ സംഖ്യ വിറ്റിൽ ഡൗൺ ചെയ്തു ത്രൂ എലിമിനേഷൻ. കേട്ടോ, ദ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ഈസ് വിറ്റിൽ ഡൗൺ. അതേപോലെ നീതു കുറച്ച് മുമ്പിലുള്ള സെന്റൻസ് നോക്കിക്കേ. നീതു നോക്കിയേ, ഇവിടെ നോക്കിക്കേ, ആരോ ഇതേപോലെ ഒരു സെന്റൻസ് ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഞാനവിടെ കറക്റ്റ് ഇതാ അലീഷ പറഞ്ഞു. നോക്കി, അലീഷ എടുത്ത സെന്റൻസ് നോക്കി, 2-3 സെന്റൻസിന് തൊട്ടും അലീഷ പറഞ്ഞ സെന്റൻസ് ഒന്ന് നീതു ശ്രദ്ധിക്കണേ. ദ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വാസ് വിറ്റിൽ ഡൗൺ. ക്വസ്റ്റ്യൻസിന്റെ നമ്പർ, ക്വസ്റ്റ്യൻസിന്റെ എണ്ണം, സംഖ്യ വിറ്റിൽ ഡൗൺ ചെയ്യപ്പെട്ടു. വാസ് വിറ്റിൽ ഡൗൺ ടു 5 ഫ്രം 10. 10-ൽ നിന്ന് 5 ആയിട്ട് ചുരുക്കപ്പെട്ടു എന്നാ പറയുന്നത്. സിംഗുലർ അവിടുത്തെ അതേപോലെ നീതു ഉപയോഗിച്ചേക്കുന്നത്. അതുകൊണ്ട് അവിടെ നീതു എന്താ കൊടുക്കേണ്ടത്? സിംഗുലർ കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ക്ലിയർ അല്ലേ നീതു? കേട്ടോ, ആ എണ്ണം എന്ന എണ്ണത്തിനെയാ പറയുന്നത് അല്ലെ, ആ കണക്കിനെയാ പറയുന്നത്, ആ സംഖ്യ പറയുന്നത്. ദ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ഈസ് വിറ്റിൽ ഡൗൺ ത്രൂ എലിമിനേഷൻ. ഓക്കെ, ആൽക്കഹോൾ കൺസംഷൻ impairs our liver. Yes, Riyaz, great. Her hearing ability was impaired due to the accident. Great. Criminals impair the harmony in a peaceful society. Yes, they do. Flood impaired all the electronic gadgets in the house. All right. Having a low quality hair treatment will lead to impaired hair. Great. Artificial legs are available to replace the impaired ones. Yes. Humans crippled the ecosystem of the earth through pollution. Yes. Recurrent use of mobiles will impair kids' eye. Kids' eye problem. കിഡ്സിന്റെ കിഡ്സ് കഴിഞ്ഞിട്ട് അപ്പോസ്ട്രോഫി എസ് കൊടുക്കണ്ടേ? വേണ്ടേ? കിഡ്സിന്റെ ഐ പ്രോബ്ലം എന്ന് പറയുമ്പോഴേ കിഡ്സ് അല്ലേ അവിടുത്തെ നൗണ്. ഷൈനി, കിഡ്സ് അല്ലേ അവിടുത്തെ നൗണ്. അപ്പൊ കിഡ്സ് കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കണം? അപ്പോസ്ട്രോഫി എസ് കൊടുക്കണം. കിഡ്സ് കഴിഞ്ഞിട്ട് എങ്ങനെയാ അപ്പോസ്ട്രോഫി എസ് കൊടുക്കുന്നത്? എവിടെ കൊടുക്കും ഷൈനി? എവിടെ കൊടുക്കും കിഡ്സ് കഴിഞ്ഞിട്ട് അപ്പോസ്ട്രോഫി എസ്? ഇവിടെ കിഡ്സ് കഴിഞ്ഞിട്ട് പ്ലൂറൽ കഴിഞ്ഞിട്ട് കിഡ്സ് വേർ. കിഡ്സ് വേർ, കുട്ടികളുടെ വേർ. കിഡ്സ് സൈക്കിൾസ്, കുട്ടികളുടെ സൈക്കിൾ. കത്തിയോ ഷൈനി? കത്തിയോ? Smoking and drinking will impair internal organs. Yes. The war impairs the entire country. All right, great. That horrific accident whittled down his overall health and caused great impairment to his ability to walk. Okay. Permanent or temporary impairment of body due to the accident is a ground for getting award for damages from the court. All right. Impaired nature of parents will affect their children's mental health. Yes. ക്ലിയർ അല്ലേ എല്ലാവരും? ഓ, സമയം പോയത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അപ്പൊ എന്തായാലും കുറച്ചു നേരം സ്റ്റക്ക് ആയതുകൊണ്ട് ഈ ഒരു ടൈം നമുക്ക് കോമ്പൻസേറ്റ് ചെയ്ത് കളയാൻ പറ്റും. അപ്പൊ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. അപ്പൊ മനസ്സിലായി, ഇതുവരെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറെ കാര്യങ്ങൾ നമ്മൾ ഇന്ന് റിവൈസ് ചെയ്ത് വിട്ടു. ഫ്രേസ് വെർബിനെ പറ്റി പറഞ്ഞു, കുറെ കാര്യങ്ങൾ റിവൈസ് ചെയ്ത് വിടാൻ പറ്റിയെന്ന് എനിക്ക് വിചാരിക്കുന്നു. അപ്പം ഇനിയിപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് വീക്ക് ആണ്. ദിസ് ഇസ് ഫ്രൈഡേ അല്ലേ? ഇന്നൊരു ഫ്രൈഡേ അല്ലേ? അപ്പൊ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഒരു യെസ് ഇറ്റ് ഇസ് ഫ്രൈഡേ ഓഫ് കോഴ്സ്. അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് നെക്സ്റ്റ് വീക്ക് ആണ്. മേ ബി മൺഡേ ഓർ ട്യൂസ്ഡേ ആയിരിക്കും, എനിക്ക് അറിയത്തില്ല. ബിക്കോസ് മൺഡേ പെരുന്നാളാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. 17th അല്ലേ പെരുന്നാളോ? വലിയ പെരുന്നാളോ അങ്ങാണ്ടല്ലേ? ചെറിയ പെരുന്നാളല്ല വലിയ പെരുന്നാളോ? ഓക്കെ, അപ്പൊ അതാന്ന് തോന്നുന്നു, എനിക്ക് ഒരു ഓർമ്മയിൽ വരുവാണ് അതാന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ട്യൂസ്ഡേ ആയിരിക്കും, അല്ലെങ്കിൽ വിൽ ബി സീയിങ് ഈച്ച് അതർ എന്നാണ്
നമ്മുടെ അടുത്ത വണ്ടി കാണാം. അപ്പോൾ നെക്സ്റ്റ് വീക്ക് കാണുന്നവരെ നമ്മുടെ റീഡിംഗ് കോമ്പ്രഹെൻഷൻ മറക്കണ്ട. അതുപോലെ ഇതിൽ കുറേ റെഫറൻസ് ഈ വീക്കിലെ നമ്മുടെ വൊക്കാബുലറി സെഷനിൽ ഒരുപാട് റെഫറൻസ് ഞാൻ പറഞ്ഞു തന്നിട്ട് ആ റെഫറൻസ് ഒന്ന് റിവൈസ് ചെയ്തുകൂടാ. യു വിൽ ഗെറ്റ് ടൈം ടു റിവൈസ്. സമയം കിട്ടും, സമയം എടുക്കുക, ഉപയോഗിക്കുക ആൻഡ് യൂസ് ഇറ്റ് വൈസ്ലി. അടുത്ത ക്ലാസ്സിൽ വൊക്കാബുലറി സെഷൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഇംപ്രൂവ്മെന്റ് എനിക്ക് കാണണം. സോ താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ വീക്കെൻഡ്. ഹാപ്പി ആയിട്ടിരിക്കുക, എൻജോയ് ചെയ്യുക, സന്തോഷമായിട്ട് ഇരിക്കുക, നല്ല ഫുഡൊക്കെ കഴിക്കുക, പുറത്തൊക്കെ പോവുക, അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പോൾ കാണാം. ബൈ.